أعوذ أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ملاطفته صلى الله عليه وآله وسلم للصبيان وملاعبته لهم. ചെറിയ കുട്ടികളോട് തങ്ങളുടെ ആ ലുത്ഫും അവരെ കളിപ്പിക്കലും. റവൽ ഇമാമു അഹ്മദു ബി ഇസ്നാദിൻ ഹസനിൻ അൻ അബ്ദില്ലാഹി ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസഫു അബ്ദുല്ലാഹി വഅബൈദുല്ലാഹി വകസീറ ബനിൽ അബ്ബാസ് ثم يقول من سبق إلي فله كذا وكذا. ഇത് മൻഹജു തർബീയത്തിലെ മോദീന്. അബ്ദുള്ള, ഉബൈദുള്ള, അതുപോലെ അബ്ബാസ് തങ്ങളുടെ മക്കളിൽപ്പെട്ട പല കുട്ടികളെന്താക്കും സഫായിട്ട് നിർത്തും. എന്നിട്ട് പറയും, ആരാണോ ഓടിയിട്ട് എൻ്റെ ആദ്യ മുമ്പിലെത്തിയവരവർക്ക് സമ്മാനം കൊടുക്കുന്നു. കാല അവ ഫയസ്ബിഖൂനയിലേ അവ തങ്ങളിലേക്ക് എന്താക്കും ഓട്ടം വെക്കും. ഫയഖഊന അലാ ലഹ്രിഹി വസദ്രിഹി അങ്ങനെ ഓടിയിട്ട് വന്നിട്ടെന്താക്കും തങ്ങളെ സദറിലും ലഹ്റിലുമായിട്ട് പോവും. ഫയുഖബ്ബിലുഹും അവരെ തങ്ങൾ ചുംബിക്കും. വയൽതസിമുഹും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. വഫീ സവായിദ് ഇബ്നു ഹിബ്ബാൻ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുൽ അൻസാർ അൻസാരികളെ സിയാറത്ത് സന്ദർശിക്കും. വയുസല്ലിമു അലാ സബിയാനിഹിം അവരുടെ കുട്ടികളെ മേൽ തങ്ങൾ സലാം പറയും. വയംസഹു റൂഊസഹും അവരെ തല തടവുകയും ചെയ്യും. വറവൽ ബുഖാരിയു ഫിൽ അദബിൽ മുഫ്രദി വത്തബ്റാനിയു അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല സമിഅ ഉദ്നായ ഹാതൈനി വബസുറ ഐനായ ഹാതാനി. എൻ്റെ രണ്ടും ചെവി കേട്ടതാണ്, എൻ്റെ രണ്ടും കണ്ണും കണ്ടതാണ് എന്ന് പറഞ്ഞാൽ തഹ്ഖീഖിൻ്റെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഖദ ബിയദൈഹി ജമീഅൻ ബികഫൈൽ ഹസനി വൽ അബിൽ ഹുസൈനി കണ്ടോ. അപ്പോൾ തങ്ങളെ രണ്ട് കൈ കൊണ്ടും പിടിച്ച്, അതാ ബികഫൈൽ ഹസനി അബിൽ ഹുസൈനി എന്നുള്ളത്. ഒന്നിക്കൽ ഹസൻ തങ്ങളത് അല്ലെങ്കിൽ ഹുസൈൻ തങ്ങൾ പേരക്കുട്ടിയാണല്ലോ. അവരെ രണ്ട് കഫും പിടിച്ചു. വഖദമൈഹി രണ്ട് കാലും പിടിച്ചു. അതായത് അത് ഞാൻ ശരിക്കിങ്ങനെ കാണുകയാണ് അത്രയും ഉറപ്പായിട്ട് പറയുന്നത്. എന്നിട്ടോ അലാ ഖദമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദമിൻ്റെ മേലെ. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യഖൂലു ഇർഖാൻ മേലോട്ട് കയറുന്നു. ഫറഖിയൽ ഗുലാമു അപ്പോൾ ഉടനുണ്ട് ഒരു കുട്ടിയേ ഉള്ളൂ. അതാണ് ഔട്ടിട്ട് പറഞ്ഞത്. ഹത്താ വദഅ ഖദമൈഹി അങ്ങനെ കുഞ്ഞിൻ്റെ രണ്ട് കാലും വെച്ച് അലാ സദ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് കൈമ കയറും പോലെ കയറിയിട്ട്. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഫ്തഹ് ഫാക വായി തുറക്കുന്നു. സുമ്മ ഖബ്ബലഹു പിന്നെ കുഞ്ഞിനെ ചുംബിച്ച്. സുമ്മ ഖാല അല്ലാഹുമ്മ അഹിബ്ബഹു ഫഇന്നി ഉഹിബ്ബുഹു. അല്ലാഹുവേ ഈ കുട്ടിയെ നീ സ്നേഹിക്കണം, ഞാൻ ആ കുട്ടിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വഖദ് ജാഅ ദാലിക ഫിൽ ഇസാബയിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് സിയാദ ഹുസുക്ക തറക്ക ഐനബക്ക എന്നും കൂടിയുണ്ട്. ഹുസുക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയുന്നതാ? ഫറഖിയൽ ഗുലാമു ഹത്താ വദഅ ഖദമൈല സദ്രിഹി പറഞ്ഞില്ലേ, നെഞ്ഞുമലേക്കെത്തി. ഹുസുക്ക എന്ന് പറഞ്ഞാൽ ലഈഫുൽ മുതകാരിബുൽ ഖത്ബു മിൻ ലഅഫിഹി ചെറിയ കുട്ടി, ലഈഫായ കുട്ടി. അതുപോലെ
ളുഅഫ് കൊണ്ടെന്താക്കും, ഇങ്ങനെ കാല് വെക്കാൻ കഴിയില്ല, അതാണെതിൻ്റെ അർത്ഥം. ഹുസുക്കാൻ്റെ വായന. വക്കീല കസീറുൽ അലീമിൽ ബത്തിൻ, പൊക്കം കുറഞ്ഞത് നടത്തുന്നുണ്ട്. അപ്പോൾ ദക്കറഹ അല സബീലിൽ മുദാഅബത്തി വത്തഗ്നീസ് ലഹു, കുഞ്ഞിനെ ഒന്ന് തമാശയാക്കാനും മുദാഅബത്തിന് വേണ്ടി പറഞ്ഞതാണ്. തറക്ക എന്ന് പറഞ്ഞാൽ എന്താ, അഭിമാനം, മേലോട്ട് കയറുന്നു. അപ്പം മേലോട്ട് കയറിയിട്ട് കുഞ്ഞെന്താക്കി ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്ക് എത്തി. അയിന ബക്ക എന്ന് പറഞ്ഞാൽ സിഗറുൽ ഐൻ, കണ്ണ് ചെറുത് എന്നർത്ഥം. وعن عبد الله بن جعفر رضي الله عنهما قال كان رسول الله صلى الله عليه وسلم إذا قدم من سفر, സഫറിൽ നിന്ന് നാട്ടിലേക്ക് വന്ന തുലുഖിയ ബിസ്സബിയാനി മിൻ അഹ്ലി ബൈത്തിഹി, തങ്ങളുടെ അഹ്ലി ബൈത്തിൽപ്പെട്ട ചെറിയ കുട്ടികൾ എന്താക്കുന്നറിയാം, എല്ലാവരെയും ഇങ്ങനെ കാണാൻ വരും. ഖാല വഇന്നഹു ഖദിമ മർറതൻ മിൻ സഫരിഹി, എന്നിട്ട് ആരാ പറയുന്നത്, അബ്ദുല്ലാഹി ബിൻ ജഅഫറ പറയുന്നു, സഫറിൽ നിന്ന് ഒരു ദിവസം നാട്ടിലേക്ക് വന്ന്. ഫസുബിഖ ബി ഇലൈഹി, എന്നിട്ടോ ആദ്യമായി തന്നെ എന്നെ കൊണ്ടുപോയി. ജാഫർ റളിയല്ലാഹുവിൻ്റെ മോന്, അലിയാർ തങ്ങളുടെ ഏട്ടനല്ല ജാഫർ. അങ്ങനെ ഫഹമലനി ബൈന യദൈഹി, എൻ്റെ മുമ്പിൽ എന്നെന്താക്കി വഹിച്ച്. സുമ്മ ജീഅ ബി അഹദി ബനി ബൈ ഫാത്തിമ, പിന്നീട് ഫാത്തിമ ബീബിൻ്റെ രണ്ട് കുട്ടികളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാളെ, ഇമ്മൽ ഹസനു അബിൽ ഹുസൈന്, ഒന്നിക്കിൽ ഹസനാവാം അല്ലെങ്കിൽ ഹുസൈനാവാം. ഫഅർദഫഹു ഖൽഫഹു, ആരെ ആദ്യം കുട്ടിയത്, അബ്ദുല്ലാഹിബ്നു ജാഫറിനെയാണ്, അവരെ പിന്നാലെ വെച്ച്. ഫദഖലത്നൽ മദീനത സലാസ, അപ്പം എന്തായി മദീനയിൽ അവൻ കയറിയത് മൂന്നാണ്. അലാ ദാബത്തിന്, ഒരു വാഹത്തിൻ്റെ പുറത്ത്, ഒന്ന് തങ്ങൾ, പിന്നെ ആദ്യം വന്നത് അബ്ദുല്ലാഹിബ്നു ജാഫർ, ഓറെ പിന്നിലിരുത്തി, അതിൻ്റെ പിന്നിൽ ഹസനോ ഹുസൈനോ. വഖാല അബ്ദുല്ലാഹിബ്നു ജാഫർ ലിബ്നി സുബൈർ, തങ്ങളോട് പറഞ്ഞു, അതദ്കുറു ഇദ് ലഖീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാ വ അൻത വബ്നു അബ്ബാസ്, അതാ നീ ഓർക്കുന്നുണ്ടോ, നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി, ഞാനും പിന്നെ നീയും ഇബ്നു അബ്ബാസും, 3 കുട്ടികളായില്ലേ, അതെനിക്ക് ഓർമ്മ ഉണ്ടോന്ന്. ഫഖാല നഅം ഖാല ഫഹമലനാ വതറകക, എന്നിട്ടോ നമ്മളെ വഹിക്കുകയും ചെയ്ത് നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു. ആ സംഭവം പറഞ്ഞത്. കമാലു ലുത്ഫിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വശിദ്ദത്തു ഇഹ്തിമാമിഹി ബിമൻ യസ്അലുഹു അൻ ഉമൂരിദ്ദീൻ മിനർ റിജാലി വന്നിസാ, സ്ത്രീകളിൽ നിന്നാവട്ടെ പുരുഷന്മാരിൽ നിന്നാവട്ടെ ദീനിയായ കാര്യം ചോദിക്കണമെന്ന് അവരോട് തങ്ങളുടെ ലുത്ഫും തങ്ങളുടെ ആ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കലും. റവൽ ഇമാമു മുസ്ലിം അൻ അബീ റിഫാഅത്ത് റളിയല്ലാഹു അൻഹു ഖാല ഇൻതഹൈതു ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖ്തുബു ഫഖുൽതു യാ റസൂലല്ലാഹ് റജുലുൻ ഗരീബുൻ ജാഅ യസ്അലു അൻ ദീനിഹി ലാ യദ്രി മാ ദീനുഹു. അവരുടെ അബൂ റിഫാഅത്ത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിലേക്ക് എത്തി, തങ്ങൾ ഖുതുബോതുകയായിരുന്നു. ഞാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു വിദേശിയായ ഗരീബായ റജുലാണ് ഞാൻ, ഉറപ്പിച്ചവർ, ദീനിനെ കുറിച്ച് ചോദിക്കാനാണ് വന്നത്, ദീൻ എന്താണെന്ന കാര്യമായിട്ടൊന്നും അറിയില്ല. ഖാല ഫഅഖ്ബല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിലേക്ക് മുന്നിട്ട്, വതറക ഖുതുബതഹു, തങ്ങളെ ആ പ്രസംഗം ഒഴിവാക്കിയിട്ട് എന്നിലേക്ക് മുന്നിട്ട്, ഹത്ത ഇൻതഹാ ഇലയ്യ, അങ്ങനെ എന്നെ കൊണ്ടെത്തി. فأوتي بكرسي صبت قوائمه جديدا حديدا فقعد عليه رسول الله صلى الله عليه وسلم وجعل يعلمني مما علمه الله ثم أتى خطبته فأتم آخرها. അല്ല, എന്നിട്ട് ഖുതുബ ഒഴിവാക്കിയിട്ട് മൂപ്പരൊക്കെ ചോദിക്കാനും മറുപടിയെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു കസേലയാണ് കൊണ്ടുവന്നത്. ആ കസേലൻ്റെ കാല് ഇരുമ്പോണ്ടാണ് നിർമ്മിച്ചത്, ഇരുമ്പ്. അതിന് മേൽ തങ്ങൾ ഇരുന്നിട്ട് എനിക്ക് പഠിപ്പിച്ചു തരാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. അല്ലാഹു തആല പഠിപ്പിച്ച കാര്യത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. പിന്നെ അതെല്ലാം തീർന്നതിന് ശേഷം ഖുതുബയിലേക്ക് വിട്ടത് പൂർത്തിയാക്കി. അപ്പം വെള്ളിയാഴ്ചൻ്റെ ഖുതുബയിലായിരിക്കില്ല, ഖുതുബ. وروى البخاري عن أنس رضي الله عنه قال بينما نحن جلوس مع النبي صلى الله عليه وسلم في المسجد دخل رجل على جمل
فأناخه في المسجد ثم أكله ثم قال لهم أيكم محمد صلى الله عليه وسلم والنبي صلى الله عليه وسلم متكئ بين ظهرانيه. എല്ലാവരും പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ തങ്ങളോടൊപ്പം പള്ളിയിലിരിക്കുന്നു. അപ്പോഴേക്ക് ഒട്ടകപ്പുറത്ത് ഒരു വ്യക്തി അവിടെ വന്നു കയറി. അങ്ങനെ പള്ളിൻ്റെ മുമ്പിൽ അതിനെന്താക്കി മുട്ട് പൊത്തിച്ചിട്ട് അവിടെ കെട്ടിയിട്ട് പിന്നീട് ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ ആരാന്ന് കൂട്ടത്തിൽ? തങ്ങളോടുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നുണ്ട്. ഫഖുൽന, നമ്മൻ പറഞ്ഞു, ഹാദർ റജുലുൽ അബിയദുൽ മുത്തഖി, ആ ചാരിയിരിക്കുന്ന സുന്ദരനായ ആളാന്ന് അരി നബീൻ പരിചയപ്പെടുത്തി. ഫഖാല ലഹു റജുലു ഇബ്ന ഐ യബ്ന അബ്ദുൽ മുത്തലിബ്. ഇബ്ന എന്ന് പറഞ്ഞാൽ യാ കളഞ്ഞിട്ടാണ്. ഐ യബ്ന ഇബ്ന അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അതിനെന്താക്കി യാ കളഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് മൂപ്പർ വ്യാഖ്യാനം കൊടുത്തത്. യബ്ന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മോനെ എന്ന് വിളിച്ച്. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ അജബതുക, ഞാനിതാ നിനക്ക് ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞു. فقال الرجل النبي صلى الله عليه وسلم إني سائلك فمسدد عليك في المسألة. ഞാൻ തങ്ങളോട് കുറേ കാര്യം ചോദിക്കും. അങ്ങനെ ചോദിച്ച് കടുപ്പം കൂട്ടും, പലതും കുത്തി 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 ചോദിക്കും. പല തജിദ് അലയ്യ ഫീ നഫ്സി, എന്നോട് വെറുപ്പൊന്നും തോന്നാൻ പാടില്ല. അത് ഹദീസിൽപ്പെട്ടതല്ല, വ്യാഖ്യാനം കൊടുത്തത്. നിങ്ങളോട് ശക്തമായി കടുപ്പം കൂട്ടി ചോദിക്കുന്ന വിഷയത്തിൽ എന്നോട് എന്താക്കാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല. ബൽ തഹമ്മൽ, എല്ലാം സഹിച്ചോളണം. വഇദാ ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹഫുഹു ബിലതാഫതിഹി ഫഖാല ലഹു സൽ അമ്മാ ബദാലക. എന്താ തങ്ങളെന്താക്കി ആ ലുത്ഫോട് കൂടി മൂപ്പറ തലോടിയിട്ട് പറഞ്ഞു, എനിക്ക് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചോ. നമ്മൾ പണ്ട് ഉപ്പാനോട് പറയലുണ്ട്, കുറേ മസാല ചോദിക്കാനുണ്ട്, കുറച്ച് അധികമായിട്ട് ചോദിക്കൂ, അതുകൊണ്ട് അതൊന്നും തന്നെ ഇപ്പോൾ വ്യക്താക്കണം. എനിക്ക് ആരോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നീ ചോദിച്ചോ, നീ ചോദിക്കാൻ പറ്റിയാണ് ഞാനാണ്, ഞാൻ ഉത്തരം പറയാൻ പറ്റിയത് നീ അനുസരിച്ചോ. അതിൻ്റെ തിരിച്ചും മറിച്ചും തിരിച്ചും നോട്ടിൻ്റെ തക്കാത്തും മറ്റേതെല്ലാം ചോദിക്കും. ഇപ്പം കള്ളാസാണ് വെറും ഒന്നും കൊടുക്കണ്ടെന്നല്ല പറയുന്നത്. അപ്പം ജ്വല്ലറി പോയിച്ചാൽ വെറും കള്ളാസ് 10 കള്ളാസ് എടുത്ത് കൊടുത്താലും വരെ വെറും കള്ളാസാണെങ്കിൽ. അപ്പം മോഡി പിൻവലിച്ചത് എന്താണ്? എന്തിനാ പിൻവലിച്ചത്? നേരത്തെ കള്ളാസ് പിൻവലിക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ പിൻവലിച്ചപ്പോഴല്ലേ സാധാരണ കള്ളാസായത്, കള്ളൊക്കെ വാങ്ങാനും മേശ കൊടുക്കാനല്ലേ. ഫഖാല, അപ്പൊ അദ്ദേഹം പറയുന്നത്, അസ്അലുക ബി റബ്ബിക വ റബ്ബി മൻ ഖബലക, തങ്ങളോട് ഞാൻ റബ്ബിനെ പിടിച്ച് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പുള്ള എല്ലാവരെയും റബ്ബില്ലേ, അതായത് അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹു അർസലക ഇലന്നാസി കുല്ലിഹിം, ജനങ്ങൾ മുഴുവനത്തിലേക്കും നിങ്ങളെ അള്ളാഹു റസൂലാക്കി നിശ്ചയിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഫഖാല അല്ലാഹുമ്മ നഅം, അറബികളുടെ വാക്കാണ് അല്ലാഹുമ്മ നഅം. വഫീ റിവായത്ത് മുസ്ലിമിൻ ഖാല റജുലു ഫമൻ ഖലഖസ് സമാഅ, ആകാശം പടച്ചത് ആരെന്ന്? ഖാല, തങ്ങൾ പറഞ്ഞു അല്ലാഹ് എന്ന് പറഞ്ഞു. ഖാല ഫമൻ ഖലഖൽ അർള, ഭൂമി പടച്ചതാരെ? ഖാല അല്ലാഹ്. ഖാല ഫമൻ നസബ ഹാദിഹിൽ ജിബാല, ഈ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിവെച്ചതാര്? വജഅല ഫീഹാ മാജാല, പർവ്വതങ്ങൾ എന്നുണ്ട്, പാറക്കല്ലുണ്ടാകും, പിന്നെ പല പല വില പിടിച്ച വസ്തുക്കൾ ഉണ്ടാകുന്നത്, അതെല്ലാം ശിച്ചതാര്? ഐ മിനൽ മനാഫി, മാജാല എന്ന് പറഞ്ഞാൽ മിനൽ മനാഫി, പല ഉപകാരങ്ങളും പല ചെടികളും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ്. ഖാല ഫബില്ലദീ ഖലഖസ് സമാഅ വഖലഖൽ അർള വനസബൽ ജിബാല വനസബ വജഅല ഫീഹാ മാ ജഅല. അദ്ദേഹം ചോദിക്കുന്നു, ആകാശം പടച്ച റബ്ബ്, ഭൂമി പടച്ച റബ്ബ്, പർവ്വതങ്ങളെ അവിടെ സ്ഥാപിച്ച റബ്ബ്, പർവ്വതങ്ങളിലുള്ള ഉപകാരപ്രദമായ പല കാര്യങ്ങളും സ്ഥാപിച്ച ആ റബ്ബിനെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ലാഹു അർസലക, അല്ലാഹു അർസലക, അല്ലാഹു റസൂലാക്കി അയച്ചിട്ടുണ്ടോ? ഖാല അല്ലാഹുമ്മ നഅം. ഖാല കമാ ഫീ റിവായത്തിൽ ബുഖാരി അൻഷുദുക ബില്ലാഹി, എല്ലാം മയനയിലൊന്നു തന്നെ. അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന അസ്അലുക ബില്ലാഹി, അല്ലാഹു അമറക അൻ തുസല്ലിയ,
നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? വഫീരിവാത്തിൻ അൻ നുസല്ലിയ, തുസല്ലിയ എന്ന് പറയുമ്പോൾ ഖിതാബായി അല്ലെങ്കിലോ മുത്തകല്ലിമായി, നമ്മൾ നമസ്കരിക്കണമെന്നുണ്ടോ? അതായത് ബിന്നൂനി നുസല്ലിയ വഫീമാ ബഅദഹ ഇലൻ, അത് ശേഷം പറയുന്നുണ്ട്, അവിടെയും നൂനാ വരിക. അസ്സലവാത്തിൽ ഖംസ്, അതായത് നുസല്ലിയാൻ്റെ മഫ്അല പറയുന്നത് 5 നേരത്തെ നമസ്കാരം ഫിൽ യൗമി വൽ ലൈല, രാത്രി പകലിലായിട്ട് 5 നേരത്തെ നമസ്കാരം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹുമ്മ നഅം, ഖാല അൻഷുദുക ബില്ലാഹി അല്ലാഹു അമറക അൻ തസൂമ ഹാദ അശ്ശഹ്റ മിനസ്സന, കൊല്ലത്തിലുള്ള ഈ പ്രത്യേക മാസത്തിൽ നോമ്പ് നോക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ടോ? ഖാല അല്ലാഹുമ്മ നഅം, ഖാല അൻഷുദുക ബില്ലാഹി അല്ലാഹു അമറക അൻ തഅഖുദ അസ്സദഖത മിൻ അഗ്നിയാഇനാ ഫതഖ്സിമഹാ അലാ ഫുഖറാഇനാ, നമ്മൾ അഗ്നിയാക്കളുടെ പക്കൽ നിന്ന് സദഖ വാങ്ങിയിട്ട് എന്താക്കണം? ഫുഖറാക്കൾക്ക് വിതരണം ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ നഅം. വഫീ റിവായത്തി മുസ്ലിം വസഅലഹു അനിൽ ഹജ്ജ് അയ്ളൻ, ഇവിടെ എന്താ നിസ്കാരം നോമ്പ് കൊണ്ട് സമാപിച്ച സദഖയും ഹജ്ജ് കൊണ്ടും ചോദിച്ച്. സുമ്മ ഖാല റജുലു, പറയുന്നു, ആമന്തു ബിമാ ജിഇത ബിഹി, കടാ തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം കൊണ്ടും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വഅന റസൂലു മൻ വറാഇ മിൻ ഖൗമി, എൻ്റെ പിന്നിൽ കുറേ ആളുകൾ, അവർക്കെല്ലാം കൂടെ ഒരു ദൂതനാണ് ഞാൻ. മുമ്പ് പറഞ്ഞില്ല, എന്നോട് ആരുണ്ടോ ചോദിച്ച മസാലയെന്ന് പറഞ്ഞാൽ മതി. വാന ആരാണ്? ലിമാബിന് സാലബത്ത എന്നാണ് മൂപ്പറ പേര്. അഹു ബനി സഅദ് ബിൻ ബക്കർ, ഹലീമ ബീബിൻ്റെ നാടല്ലേ, അവിടെയുള്ള ഒരാളാണ്. വഫൽ ഇസ്തിആബിൽ ഇബ്നി അബ്ദുൽ ബദ് ഫീ തർജമത്തി അസ്മാ ബിൻതി യസീദ് ബിൻ സഖൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ, ഇസ്തിആബ് എന്ന് പറഞ്ഞാൽ ഈ സഹാബികളുടെ പേര് പറയുന്ന ചരിത്രം പറഞ്ഞ കിതാബാണ്. ഖാല ഇന്നഹാ കാനത്ത് മിൻ ദവാത്തിൽ അഖ്ലി വദ്ദീൻ, അത് അസ്മാ ബിൻത് യസീദ്, അവർ നല്ല ബുദ്ധിമതികളായ പെണ്ണുങ്ങളാണ്, നല്ല ദീനും ഉണ്ട്. റബിയ അൻഹ, ആ ബീവിയെ തൊട്ട്, അതായത് അസ്മാ ബിൻത് യസീദ് എന്ന ബീവിയെ തൊട്ട് റിവായത്ത് ചെയ്തു. അന്നഹ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. ഫഖാലത് ഇന്നി റസൂലു മൻ വറാഇ മിൻ ജമാഅത്തി നിസാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സ്ത്രീകളുണ്ടല്ലോ അതിൻ്റെ ഒരു സംഘത്തിൻ്റെ ഒരു ദൂതനായിട്ട് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചോദിക്കും, കുല്ലുഹുന്ന യഖുൽന ബിഖൗലി, അവരെല്ലാവരും ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട് പറയും. വഅലാ മിസ്ലി റഅയി, എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് അവർ നടക്കുകയും ചെയ്യും. അപ്പം എന്തായി? ഒരു വലിയ നേതാത്വമാണ്. ഇന്നല്ലാഹ ബഅസക ഇലർ റിജാലി വന്നിസാ, സ്ത്രീകളെ കൊള്ളയും പുരുഷന്മാരെ കൊള്ളയും തങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടുണ്ടോ? അല്ലേ, അയച്ചിട്ടുണ്ട്. ഫആമന്നാ ബിക വത്തബഅനാക, അത് നമ്മൾ അംഗീകരിക്കുകയും തങ്ങളെ പിൻപറ്റുകയും ചെയ്തു. വനഹ്നു മഅശറൻ നിസാ മഖ്സൂറാത്തുൻ മുഖദ്ദറാത്തുൻ ഖവാഇദ് ബുയൂത്തിൻ, നമ്മളെന്ന് പറഞ്ഞാൽ കൂടുതൽ പുറത്തിറങ്ങൂല. മഖ്സൂറാത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ തളച്ചിടപ്പെട്ട വരും. അതുപോലെ മുഖദ്ദറാത്തും അതേ അർത്ഥം തന്നെ. ഓരോ മഖ്സൂറാത്തും ഫിൽ ഖിയാം എന്ന് പറഞ്ഞു പർദ്ദക്കുള്ളി കഴിയുന്നവരാണ്. വീട്ടിൻ്റെ ഇരിപ്പാണ്, മൂന്നും അർത്ഥം തന്നെ. അതായത് അധികം പുറത്തിറങ്ങൂല എന്ന് വീട്ടിൽ തന്നെയാണ്. പുരുഷന്മാർക്ക് നമ്മളെക്കാൾ ജുമാ കൊണ്ട് ഫദീലത്താക്കി, നമുക്ക് ജുമാ വേണ്ട. അപ്പം അബീബിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ എന്തുണ്ട്? പെണ്ണുങ്ങൾക്ക് ജുമയില്ല എന്ന് വന്നിട്ടുണ്ട്. ഇപ്പം എന്നാൽ കെട്ടിവെച്ച് കൊണ്ടുപോകണമെന്ന് പറയുന്നു. അതുപോലെ ഷുഹൂദിൽ ജനായിസ്, മയ്യത്ത് പരിപാലനം, വൽ ജിഹാദ്, ഇതെല്ലാം പെണ്ണുങ്ങന്മാർക്ക് മശ്റൂഅ ഇല്ല, ആണുങ്ങന്മാർക്ക് തഫ്ദീലാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്കെന്ത്? വഇദാ ഖറജൂ ലിൽ ജിഹാദി, അവർ ജിഹാദിന് വേണ്ടി പുറപ്പെട്ടാൽ ഹഫിദ്നാ ലഹും അംവാലഹും, അവരുടെ സമ്പത്തെല്ലാം സംരക്ഷിക്കുന്നത് നമ്മളാണ്. പിന്നെ വറബ്ബൈനാ ഔലാദഹും, അവരുടെ മക്കളെ എല്ലാം നന്നായിട്ട് തർബിയത്ത് ചെയ്തു. അപ്പം നമുക്ക് വല്ല കൂലി. അപ്പം നുശാരിക്കുഹും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്, പുരുഷന്മാർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നമുക്ക് പങ്കിട്ടുമോ എന്ന ചോദ്യം മനസ്സിലായില്ലേ? ഫൽതഫത റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവജ്ഹിഹി ഇലാ അസ്ഹാബി, അസ്ഹാബിമാരൊക്കെയുള്ള മുഖം കൊണ്ട് തങ്ങൾ നോക്കിയിട്ട് വന്ന് ഫഖാല ഹൽ സമീഅതു മഖാലത ഇമ്രാത്തി, കണ്ടാ ഒരു പെണ്ണുങ്ങളെ സംസാരം കേട്ടില്ല നിങ്ങൾ? അഹ്സന സുആലൻ അൻ ദീനിഹാ മിൻ ഹാദിഹി, കണ്ടാ സുആല്, ഏറ്റവും നല്ല സുആൽ ചോദ്യം ദീനിനെ കുറിച്ച്. ഫഖാലു, അപ്പം അസ്ഹാബിമാർ പറഞ്ഞു ബലാ യാ റസൂലല്ലാഹ്, നമ്മളും കേട്ടിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൻസരിഫി യാ അസ്മാ വഅഅലിമി മൻ വറാഅക മിനൻ നിസാഇ അന്ന ഹുസ്ന തബഅുലി ഇഹ്ദാകുന്ന ലിസൗജിഹാ വതലബഹാ ലിമർളാതിഹി വത്തിബാഅഹാ ലിമുവാഫഖതിഹി യഅദിലു കുല്ലമാ ദകർത ലിർരിജാൽ. എന്താ പറച്ചില്? അതുകൊണ്ട് നിന്റെ ബേക്കിൽ കുറേ പെണ്ണുങ്ങന്മാരുണ്ടല്ലോ, അവരോട് നീ അറിയിച്ചു കൊടുക്കണം അന്ന ഹുസ്ന തബഉൽ, തബഉൽ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ താഴത്തും അവർക്ക് കൊടുക്കുന്ന പ്രതിപാലനങ്ങളും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം ഭർത്താവിന്. അതാണ് ഇത് താഅത്തുൽ മർഅതി ലിബാലിഹ, ബഅലുന സൗജ്, അതിനാ തബഉൽ, അതായത് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കില്ല എന്നുള്ളത്. ആര്? തബഉൽ ഹിദാക്കുല്ല, നിങ്ങൾപ്പെട്ട ഒരു പെണ്ണ്, ആർക്ക്? ലിസൗജിഹ, ഭർത്താവിന് വേണ്ടി. അതുപോലെ തലബഹാലി മർദാത്തിഹി, ഭർത്താവിൻ്റെ തൃപ്തി കാക്ഷിക്കലും. വത്തിബാഅലി മുവാഫഖതിഹി, അദ്ദേഹത്തിന് യോജിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഇത്തിബാ ചെയ്യുക. അതുപോലെ തന്നെ യഅദിലു, അത് തുല്യമാണ് കുല്ലമാ ദകർത ലിർരിജാൽ, പുരുഷന്മാർക്ക് കുറേ തഫ്ദീൽ കൊടുത്തെന്ന് പറഞ്ഞില്ലേ? എന്തിനല്ലോ? ജുമാ കൊണ്ട്, പിന്നെ ജനാസ കൊണ്ട്, ജിഹാദ് കൊണ്ട്, ആ പറഞ്ഞതിനെല്ലാം കൂലിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. പിറക്കിയിരുന്നാൽ തന്നെ മതി. അവിടെ ഭർത്താവിന് വൈപ്പെട്ടിട്ട് ഓർക്ക് നിർപ്പതിലെല്ലാം ചെയ്തു കൊടുത്തേ, കണ്ടോ? അപ്പം നല്ല സന്തോഷമായി. ഫൻസറഫത്തി അസ്മാ, അസ്മാ ബീബി മടങ്ങിപ്പോയി. വഹിയ തുഹല്ലിലു വതുകബ്ബിറു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ചൊല്ലിക്കൊണ്ട് പോയി. എന്താ? ഇസ്തിബ്ശാറൻ ബിമാ ഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തില്ലേ, ആ കാര്യത്തിൽ സന്തോഷിച്ചിട്ട്. അപ്പം ജിഹാദിനും പോണ്ട, പരിപാലത്തിനും പോണ്ട, ജുമാക്കും പോണ്ട. ഇനി വയഷ്ഹദു ലിഹാദൽ ഹദീസ്, ഈ ഹദീസിന് സാക്ഷ്യം തരുന്ന, ഹദീസിൽ മാന വെക്കുന്ന വേറൊരു ഹദീസ്. മാ റുവിയ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ജാഅത് ഇംറഅത്തുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണുങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് വന്നിട്ട് ഫഖാലത്ത് യാ റസൂലല്ലാഹ് അന വാഫിദത്തുൻ നിസാഇ ഇലൈക, ഒരുപാട് സ്ത്രീകളുടെ ഒരു നേതാത്തിയായിട്ട് ഒരു ദൗത്യം അറിയിക്കാനാണ്. അപ്പോൾ ആ പെണ്ണുങ്ങൾ പേരുടെ പറഞ്ഞില്ല, അത് രണ്ട് റിവായത്ത്. ഹാദൽ ജിഹാദു കതബഹുല്ലാഹു അലൽ റിജാൽ, ഈ ജിഹാദ് എന്ന് പറഞ്ഞത് പുരുഷന്മാരുടെ പേരിലാണ് അല്ലാഹു തആല നിശ്ചയിച്ചത്. വഇൻ യുസീബൂ ഉജ്റൂ വഇൻ ഖുതിലൂ കാനൂ അഹ്യാഅ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ യുദ്ധത്തിൽ വിജയിച്ചാൽ വലിയ പ്രതിഫലം കിട്ടി. ഇനി കൊല്ലപ്പെട്ടു എന്ന് വെക്കുക, എന്നാൽ എന്തായി? അള്ളാഹുവിനടുക്കൽ അഹയ്യായി ഭക്ഷണം കൊടുക്കപ്പെടുന്ന വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടു. അപ്പം അത് ഞമ്മക്കില്ല. വനഹനു മആശിറൻ നിസാഇ തഖൂമു അലൈഹിൻ, നമ്മളെന്താക്കും? ഈ യുദ്ധത്തിന് പോയ ആൾക്ക് വേണ്ടിയിട്ടുണ്ട് പണിയും മുതൽ സംരക്ഷിക്കലും, പിന്നെന്താ വീട് കാക്കലും മക്കളെ പോറ്റലും എല്ലാം. ഫമാലനാമിൻ ദാലിക, നമുക്ക് എന്ത് കിട്ടുന്ന? ഖാല, ആരാണ്? ഹദീസിന്റെ റാവി പറയുന്നു, അത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ റാവി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബ്ലിഗി മൻ ലഖീതി മിനൻ നിസാ, നിസാഇനാൽ നീ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നീ പറഞ്ഞ് അന്ന താഅത്ത സൗജി വഅതിറാഫൻ ബിഹഖിഹി യഅദിലു ദാലിക, അടാ സൗജിന്റെ വെളിപ്പെടൽ എന്നുള്ളതും അവനോടുള്ള ആ ഭർത്താവിനോടുള്ള ഹക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കലും അതെന്താക്കും? ഈ പറഞ്ഞതിൽ എല്ലാത്തിനും തുല്യമാണ്. ഏത്? യുദ്ധം ജയിച്ചിട്ട് ഹനീമത്തും വലിയ പ്രതിഫലമായി വരുന്നതിനേക്കാളും ഷഹീദായി മരിച്ചിട്ട് അള്ളാഹുവിനടുക്കൽ ഹയ്യാക എന്ന് അതിന് തുല്യമാണ്. ഏത്? വ ഖലീലും മിൻകുന്ന മൻ യഫ്അലു, പക്ഷേ നിങ്ങളിൽ നിന്ന് അങ്ങനെ ചെയ്യുന്ന ആൾ വളരെ കുറവേ ഉള്ളൂ എന്നും പറഞ്ഞു.
قال الحافظ المنذر പറയുന്നു رواه البزار هكذا مختصرا. ഇവിടെ എന്താക്കി ചുരുക്കി പറഞ്ഞതാ. والطبراني في حديث فقال في آخره ثم جاءت النبي صلى الله عليه امرأة. അപ്പോൾ ഇത് മൂന്നാം നമ്പറായി. പിന്നെ ഒരു പെണ്ണുങ്ങൾ വന്നു. അതേതിൽ തബ്രാനി റിവായത്തിൽ, ബസാറിന്റെ റിവായത്തിൽ ഇവിടെ തീർന്നു. ഫഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, ഇന്നി റസൂലുൻ നിസാഇ ഇലൈക്, തങ്ങളിലേക്ക് വന്ന സ്ത്രീകൾക്കുള്ള ഒരു റസൂലാണ്. വമാ മിൻഹുന്ന ഇംറാത്തുൻ അലിംതു ഔ ലം തഅലം ഇല്ലാ വഹിയ തഹ്ബി മഖ്റജി ഇലൈക. അതാ അതിൽപ്പെട്ട ഏതെങ്കിലും പെണ്ണുങ്ങൾ അവരെന്താക്കും, ഞാൻ തങ്ങളിലേക്ക് വരുന്നത് ഇങ്ങനെ അറിയും. അപ്പം എന്താക്കണ്ടല്ലോ, ചോദിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. വഹിയ തഹ്ബി മഖ്റജി ഇലൈക്, തങ്ങളിലേക്ക് എൻ്റെ ഈ പുറപ്പാടുണ്ടല്ലോ അവർ ആഗ്രഹിക്കും. എന്താ പലതും ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാവരും വരണ്ട. അല്ലാഹു റബ്ബുൽ റിജാൽ വന്നിസായി വൈലാഹുഹുന്ന വഅൻത റസൂലുള്ളാഹി ഇലർ റിജാലി വന്നിസാ. അല്ലാഹു തആല റിജാലിൻ്റെയും നിസാഇൻ്റെയും റബ്ബുമാണ്, ഇലാഹുമാണ്. വഅൻത റസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ്, ഇലർ റിജാലി വന്നിസാ രണ്ടിനും, അല്ലേ? കതബല്ലാഹുൽ ജിഹാദ അലർ റിജാൽ, പുരുഷന്മാർക്കാണ് ജിഹാദ് അല്ലാഹു തആല നിശ്ചയിച്ചത്. ഫഇൻ അസാബു ഉജ്റു, യുദ്ധം ജയിച്ചാൽ പ്രതിഫലം കിട്ടി. വനിസ്തുഷ്ഹിദു കാനു അഹ്യാഅ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അതേ ചോദ്യം തന്നെ. അവർ ഷഹീദാവുകയാണെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ അഹ്യാഉം, അവർക്ക് ഭക്ഷണം നൽകപ്പെടും എന്ന് പറഞ്ഞ വാക്ക്. ഫമാ യഅദിലു ദാലിക മിൻ അഅമാലിഹിം മിന ത്വാഅ, അപ്പോൾ ത്വാഅത്തിനാൽ അവർ അഅമാലിനോട് തുല്യം അത് ഞങ്ങൾക്ക് എന്തുണ്ടെന്ന ചോദ്യം. എല്ലാവരും ഇലാഹല്ലേ അല്ലാഹു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഅത്തു അസ്വാജിഹിന്ന, സൗജിനെ വിൽപ്പെട്ടാൽ മതി. വൽ മഅരിഫതു ബിഹുഖൂഖിഹിന്ന, സൗജിന് ചെയ്തു കൊടുക്കാൻ നിങ്ങളുടെ മേൽ കടമപ്പെട്ട ഹക്കിനെ നിങ്ങൾ അറിയണം. വഖലീലൻ മിൻകുന്ന മൻ യഫ്അലുഹു എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്രകാരം ചെയ്യുന്ന ആൾ വളരെ കുറവുണ്ട് എന്ന്. ഇതില്ലാന്ന് പറഞ്ഞിട്ടില്ല. ഇനി മുകാഫഅതുഹു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അൽ ഇക്റാമു ബി അഫ്ളലി ഇക്റാം, ആദരിക്കൽ. ഇനി ആദരിക്കപ്പെടേണ്ടുന്ന ആളെ പൂർണ്ണമായ രീതിയിൽ ആദരിക്കൽ. റവൽ ഇമാമുൽ ബൈഹഖി ഫി ദലാഇൽ, ദലാഇൽ നബുവ എന്ന കിതാബിൻ്റെ പേര്. وابن إسحاق عن أبي قتادة رضي الله عنه أنه قال وفد النجاشي على النبي صلى الله عليه وسلم فقام النبي صلى الله عليه وسلم يخدمهم. നജാഷി രാജാവിൻ്റെ ഒരു സംഘം തങ്ങൾക്കിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തന്നെ അവർക്ക് ഹിദ്മത്ത് എടുക്കാൻ തുടങ്ങി. ഫഖാല ലഹു, അസ്ഹാബിമാർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, നഹ്നു നക്ഫീക, നമ്മൾ ചെയ്തോളാം, തങ്ങൾ നക്ഫീക്കൽ ഖിയാമ ബിളിയാഫതിഹിം വഇക്റാമിഹിം, അവർ സൽക്കരിക്കലും അവർ ഇക്റാമാക്കലും നമ്മൾ ചെയ്യും. ഫഖാല സല്ലല്ലാഹു അലൈഹി ഇന്നഹും കാനൂ ലി അസ്ഹാബിനാ മുക്രിമീൻ, അസ്ഹാബിമാർ അങ്ങോട്ട് ഹിജ്റ പോയില്ലേ, അവിടത്തേക്ക് പോയപ്പോൾ എൻ്റെ അസ്ഹാബിമാരെ അവർ ആദരിച്ചിട്ടുണ്ട്. വാന ഉഹിബ്ബു അൻ ഉകാഫിയഹു, അവർക്ക് അതിനെ വെച്ചിട്ട് എന്താക്കണം. അപ്പം നജാഷിൻ്റെ അനുയായികളല്ലേ ഇവിടെ വന്ന്, അപ്പം എന്താക്കണം, അന്ന് പരിശീലിക്കണം. ഞാൻ അവർക്ക് എന്താക്കണം, അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചക്കിടിപ്പുറത്ത് പോയാൽ നമ്മളൊക്കെ പാത്രങ്ങൾ വിടൂല, നമുക്കൊരു പണി തരും. ആടെങ്കിലും ചെന്ന് ഇങ്ങനെയാണ് എന്താ ഇപ്പുറത്തെ പാത്രങ്ങൾ കയറാണ്. നമുക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ ലൈഫിനെ കൊണ്ട് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങളുടെ ലൈഫാണ്. മുഖാബലത്തുഹു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അൽ ഇഹ്സാനു ബിഅജ്മലി ഇഹ്സാൻ. كان سيدنا رسول الله صلى الله عليه وسلم لا يضيع الإحسان ولا ينكر الجميل والمعروف لإنسان. من عمل معه معروفا أو صنع معه جميلا يذكره له
ويقابله بما هما أحسن وأكرم وأجمل كما مثبتت ذلك المقاي الواردة والشواهد الثابتة كما أثبتت. എന്തെങ്കിലും ഒരു ഹിസാൻ തങ്ങൾക്ക് ചെയ്തു കൊടുത്തെങ്കിൽ അത് പാഴാക്കൂല, അത് എപ്പോഴും ഓർമ്മയിൽ വെക്കും. അതുപോലെ ജമീലായ കാര്യം മഅറൂഫായ കാര്യം ഒന്നും തങ്ങളെന്താക്കും, ഇൻകാറാക്കൂല. തങ്ങൾക്കൊരാൾ ചെയ്തു കൊടുത്താൽ എന്താക്കും, അത് എപ്പോഴും പറയും, നിന്ന ഉപകാരം ചെയ്തവർ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ടോ അതിനേക്കാണ് അഹ്സനും അതിനേക്കാണ് അക്രമും അജ്മലുമായ കാര്യം എന്താക്കും, തിരിച്ചു കൊടുക്കും. അപ്പം അതിനെന്താക്കണം, ധാരാളം സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നാണ്. فمن ذلك ما برد عن عمرو بن أخطب الأنصاري رضي الله عنه قال استسقى رسول الله صلى الله عليه وسلم أي طلب ماء ليشرب منه فأتيته بقدح فيه ماء فكانت فيه شعرة فأخذتها أي أزالها من القدح فقال صلى الله عليه وسلم مقابلا لصنعه الجميل اللهم جمله. قال الرابي فرأيت عمرا وهو ابن 90 سنة وليس في لحيته شعرة بيضاء. قال هذا الطبراني 60 سنة. ഒരു സംഭവം മറ്റേ അംർ ബിൻ അഖ്തബ് അൽ അൻസാരി സഹാബിയാണല്ലോ റളിയല്ലാഹു അൻഹു. തങ്ങൾ കുടിക്കാൻ വേണ്ടി വെള്ളം ആവശ്യപ്പെട്ടു. ഐ തലബ മാഅൽ യശ്റബ ഫഅതൈതുഹു ബിഖദഹിൻ ഫീ മാ, വെള്ളമുള്ള ഒരു പാത്രം ഞാൻ കൊണ്ട് കൊടുത്തു. നോക്കുമ്പോൾ അതിലൊരു മുടി. ഉടനെ പാകത ഞാൻ എടുത്തു കളഞ്ഞു. അയാസാലഹ മിനൽഖദിഹി ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തു, മുഖാബിലൻ ലിസുൻഹിൽ ജമീൽ, ആ മുടി നീക്കി കൊടുത്ത ഉപകാരത്തിന് വേണ്ടി അല്ലാഹുമ്മ ജമ്മിൽഹു എന്ന് ദുആയിരുന്നു. ഇത് എൻ്റെ ഓറിലേക്ക് വ്യക്തിയിലേക്ക് രണ്ടിലേക്കും ആവാം. കാരണം അപ്പുറം മൂപ്പർക്ക് മുടി കൊഴിഞ്ഞിട്ടില്ല എന്നാ, താടി ഒറ്റ മുടിയും കൊഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ല, നരച്ചിട്ടുമില്ല. കാലറാബി അബന്ധാക്കി അതിന് ദ്വാരം കൊടുത്തതാണ്. ഫറായിതു അംറൻ, ആരെ, നമ്മുടെ റാബിയായ അംർ ബിൻ അഖ്തബിനെ ഞാൻ കാണുന്നു. റാബി പറയുന്നു ഇബ്നു 90 സന, 90 വയസ്സാണ് അംറിനുണ്ടായത്. വലൈസ ഫീ ലഹിയത്തിഹി ശഅറത്തുൻ ബൈദാ, താടിയിൽ വെളുത്ത രോമമുണ്ടായിട്ടില്ല, നരച്ചിട്ടില്ല, ദുആ വലിച്ചു. عن أبي أيوب الأنصاري رضي الله عنه قال كان رسول الله صلى الله عليه وسلم يطوف بين الصفا والمروة, തവാഫ് ചെയ്യുകയാണ്. ഫസഖതത് അലാ ദിഹയതിഹി ദീശത്തുൻ, തങ്ങളുടെ മേലിൽ തൂവൽ വീണു. അങ്ങനെ ഫബ്തദറ അബു അയ്യൂബ് അൽ അൻസാരി തങ്ങൾ ഉടനെ ഓടിപ്പോയിട്ട് ഫാഖദഹ, അതെടുത്തു. അല്ല فقال له النبي صلى الله عليه وسلم ദുആ ചെയ്ത് നസഅ അല്ലാഹു അൻക മാ തക്റഹു, നിങ്ങൾക്ക് അനിഷ്ടകരമാകുന്ന കാര്യം എല്ലാം അല്ലാഹു ദൂരീകരിക്കട്ടെ. ഈശത്ത് ഗുണം. ഇനി ഹദീസിന്റെ മൂപ്പർ വ്യാഖ്യാനം കൊടുക്കുന്നു. ഫൻദുർ, كيف أنه صلى الله عليه وسلم لم يضيع إحسان من أزال عنه ريشة
ഒരു തൂവലെടുത്ത് മാറ്റി ഒരാളെ ചെയ്ത ഉപകാരം പോലും തങ്ങൾ മറന്നില്ല, അതിന് പ്രത്യുപകാരം ചെയ്തു. അത് ഹദീസിൽപ്പെട്ടല്ല. ومن ذلك ما رواه مسلم رضي الله عنه على صحابي عن ربيعة بن كعب الأسلمي رضي الله عنه قال كنت أبيت مع رسول الله صلى الله عليه وسلم തങ്ങളോടൊപ്പം ഞാൻ രാത്രി താമസിക്കും എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ. അങ്ങനെ ഫഅതൈതുഹു ബിവദൂഇഹി വഹാജതിഹി, wudu ഉണ്ടാക്കാനുള്ള വെള്ളവും മറ്റ് ഹാജത്ത് ഇതെല്ലാം മിസ്വാക്ക് നിസ്കരിക്കുമ്പോൾ ഇരിക്കണം മുസല്ലകൾ, അതാണ് ഹാജത്ത്. എന്താ ബിമായി വദൂഇഹി, അതെന്തിൻ്റെ അർത്ഥം? മായി വുദൂഇഹി, വദൂഇൻ്റെ വസായിദി മാ യഹ്താജുഹു മിൻ സിവാക്കി വനഹവി, മിസ്വാക്ക് അതെല്ലാം. ഫഖാല ലി, എന്നോട് പറഞ്ഞ് സൽ, നീ എന്നോട് ചോദിക്കുന്നു. എന്തിനാ? അവർക്ക് ദ്വാരം കൊടുക്കാൻ വേണ്ടിയാ പറയും നീ ചെയ്ത ഖിദ്മത്തിന്. നിങ്ങൾ എനിക്ക് ഖിദ്മത്ത് ചെയ്ത വകയിൽ അതിൻ്റെ മുക്കാബലയിൽ എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ കൊടുത്തു, ഞാൻ പറഞ്ഞു അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, അതേ കൊണ്ടു. മറ്റൊരാവശ്യമില്ല, തങ്ങളെ മുറാഫഖത്ത് മാത്രമേ സ്രോതത്തിൽ കൊണ്ടുവന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അബ ഗൈറ ദാലിക, മറ്റെന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? തസ്അലു ഗൈറ ദാലിക. ഫഖാല റബിയ പറഞ്ഞു, ഖുൽതു വദാക, അതന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് സ്വർഗം അതൊന്നല്ല ഉദ്ദേശം. അതിനേക്കാണ് വലുതുണ്ടല്ലോ അപ്പറ ലിക്കാവ്, അതും ചോദിച്ചിട്ടില്ലല്ലോ. സുആലി മുറാഫഖതുക്, എനിക്ക് ചോദിക്കാനുള്ളത് തങ്ങളുടെ മുറാഫഖത്ത് മാത്രം. ലാ അസ്അലു ഗൈറ ദാലിക. അപ്പൊ ഹസ്റാക്കി, വേറൊന്നുമില്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ നീ കുറച്ച് പ്രവർത്തനം ചെയ്യാനുണ്ട്. എന്താണ്? ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് എന്താക്കണം, അതിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം. അതുപോലെ ഡോക്ടർമാർ മരുന്ന് തരുമ്പോൾ നീ ഒന്ന് കുടിച്ചിട്ട് നീ 10 ആചരിച്ചിട്ട് ചികിത്സക്ക് നീ ഒന്ന് സഹകരിക്കുമെന്ന് പറഞ്ഞ മാതിരി. അപ്പം കസ്റത്ത് സുജൂദ് ഒന്ന് വെറുതെ സുജൂദ് കൊണ്ട് തഖറുബില്ല എന്നല്ലേ. അപ്പം താങ്കൾ സുജൂദ് തുടങ്ങി അമൽ വേണമെന്ന് വരും. അത് വെറും സുജൂദ് കൊണ്ട് തഖറുബില്ല എന്നല്ലേ. ആകെത്ര സുജൂദാന്ന്? ഒന്ന് നിസ്കാരത്തിൻ്റെ റുക്കിനായ സുജൂദ്, മറ്റൊന്നോ സഹബിൻ്റെ സുജൂദ്, മറ്റൊന്ന് തിലാവത്തിൻ്റെ സുജൂദ്, മറ്റൊന്ന് റുക്കിൻ്റെ സുജൂദ്. ഇതല്ലേ റുക്കിൻ്റെ സുജൂദ് എപ്പോഴാണ്? നിസ്കരിക്കുമ്പോൾ. സഹബിൻ്റെ സുജൂദ് എപ്പം ചെയ്യാനുണ്ടതല്ല, സഹബ് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ കാരണം ബോധ്യപ്പെടണം, വെറുതെ ചെയ്യലില്ല. ഉണ്ടാ മുസ്ലിം സാധനം എന്തിനാ ചെയ്യുന്നതിന് കാര്യം ബോധ്യപ്പെടണം.
അല്ലെങ്കിൽ വെറുതെ സുജൂദ് വർദ്ധിച്ച നിസ്കാരം ബാത്തിലാകും. നാടാരോ പറഞ്ഞിടത്തിനോ പോലെ നമ്മുടെ നിൽക്കാത്തിന് എന്തെല്ലോ കുറ്റവും കുറവെല്ലുണ്ടാവും. അള്ളാഹ്ക്ക് പൊരുത്താന്ന് സുജൂദ് ഉണ്ടാവും. ഒരു സുജൂദ് നീ ഒന്ന് ദാസ് ചെയ്തേ, അവൻ നിസ്കാരം ബാത്തിലാവും കിട്ടാം. മറ്റൊരാളിന് ഹദീസിലുണ്ട് ഇതാ മിറാജ് ജിലാല് എന്ന സാധനം. ഈ ഹദീസ് കാണാത്ത ഹുസൈൻമേലുണ്ടാക്കിയ ഫുഖഹാക്കന്മാർ. പിന്നെ തിലാവത്തിന്റെ ഓതിയാലും ആയത്ത് പൂർണ്ണമായി കേട്ടാലും സുഗന്ധ സുജൂദ് ഉണ്ടാകും, വേറെ സുജൂദില്ല. തബ്റാനി ഫിൽ കബീർ, തബ്റാനി ഇമാമിൻ ഹദീസിന്റെ പല കിതാബുണ്ട്, അതിലെ കബീർ. ഖാല റബീഅത്ത് ബിൻ കഅബ് പറയുകയാണ്, കുന്തു അഖ്ദിമുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാരി. ഇത് നേരത്തെ പറയാത്തതാണ്, മറ്റേത് ഇഖ്തിസാറാണ്. പകൽ സമയത്ത് ഞാൻ പല ഖിദ്മത്തും ചെയ്യും. ഫൈദാ കാനൽ ലൈലു അബൈതു ഇലാ ബാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബിത്തു ഇൻദഹു. അങ്ങനെ രാത്രി ആയിക്കഴിഞ്ഞാൽ തങ്ങളുടെ വാതിക്കലേക്ക് ഞാൻ പോയിട്ട് അഭയം പ്രാപിച്ചിട്ട് രാത്രി തങ്ങളോടൊപ്പം കഴിയും. അപ്പൊ ഫലാസാലു അസ്മഉഹു യഖൂലു സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബി എന്നിങ്ങനെ ധാരാളമായി പറയുന്നത് ഞാൻ കേൾക്കുന്നു. ഹത്താമല്ല അത് തകലിബനി ഐനി പാനാമു, അങ്ങനെ എന്താക്കും ഞാൻ ഉറക്കത്തിൽ പെടും. അതുവരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഫഖാലലി യൗമൻ, ഒരു ദിവസം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ റബീഅ സൽനി ഫഉതിയക, എന്നോട് ചോദിച്ചോ ഞാൻ തരാം. അള്ളാഹിനോടേ ചോദിക്കാൻ പാടുന്നതിനും പോയില്ലേ. അപ്പോൾ ചായ വെക്കാൻ അള്ളാഹിനോട് പറയണം. ഒരു ബല്ലടിക്കുക, അല്ലാ ചായയും കിടക്കും, അല്ലാ ചോറ് വിളമ്പ്. അതൊരു തരം പൊട്ടത്തൗഹീദാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞ് കുറച്ച് ആലോചിക്കാൻ പോകണം. എന്താ മുഹിമ്മായ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുന്ന ചാൻസ് അല്ലേ. അന്നിറങ്ങി ഹത്താന്ന് പറഞ്ഞാൽ ചിന്തിക്ക്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പറയാം. എന്താ തദക്കർത്തു അന്നദുന്യ, അപ്പൊ ദുന്യാവ് ഓർത്തപ്പോ അന്നദുന്യ ഫാനിയത്തോ മൂക്കത്തിയ, ദുന്യാവ് എന്ത് കിട്ടിയാലും അത് നശ്വരമാണ്, അപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല. فقلت يا رسول الله أسألك أن تدعو الله لي أن ينجيني من النار ويدخلني الجنة. നരകത്തിനെ തൊട്ടെന്നെ രക്ഷപ്പെടുത്തണമെന്നും സ്വർഗത്തിൽ കടത്തണമെന്നും തങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സകത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരക്കാതെ കുറച്ച് അടങ്ങി. സുമ്മ മൻ അമറക ബിഹാദ, ഇതാരെങ്ങനെ ചോദിക്കാൻ പറഞ്ഞെന്ന്. ഖുൽതു മാ അമറനി ബിഹി അഹദുൻ, ആരും പറഞ്ഞാന്നല്ല. വലാകിന്നി അലിംതു അന്നദ്ദുന്യ മുൻഖതിഅത്തുൻ ഫാനിയത്തുൻ വഅൻത മിനല്ലാഹി ബിൽ മകാനില്ലദി അൻത മിൻഹു ഫഅഹബ്ബതു അൻ തദഉല്ലാഹി ലീ. പക്ഷെ ഞാൻ അറിഞ്ഞ് എന്ത്, ദുന്യാവ് ഫാനിയത്താണ്, മുൻഖതിഅത്താണ്. തങ്ങളത് പറഞ്ഞാൽ എന്താണ്, അള്ളാഹിൻ്റെ അടുക്കൽ നീ തങ്ങൾ ചോദിച്ചത് തരുന്ന ആ അവസ്ഥയിലാണ്. അല്ല തരൂന്ന് വാക്കല്ലേ കൊടുത്തത്. അതുകൊണ്ട് താങ്കൾ എനിക്ക് ദ്വാരക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. ഖാല ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. നേരത്തെ ഉത്തരവ് തന്നെ. കുറച്ച് ഇബാദത്തൊക്കെ ചെയ്തിട്ട് അതിനെന്താക്കണം, നീ എന്നെ കൊണ്ട് സഹകരിക്കണം. അപ്പം മൂപ്പർ ചെയ്തു കൊടുത്ത ഖിദ്മത്തിന് വേണ്ടി ആ ദ്വാ കൊണ്ട് വലിയ കാര്യം അത് വരുന്നുണ്ട്. തഫഖുദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു, അസ്ഹാബിമാരെ അന്വേഷിക്കും. നിങ്ങളെ കാണാത്ത എന്ത്, അവർക്കെന്ത് പറ്റി, അവർന്ന് പറഞ്ഞ ആളല്ലേ കാണാത്ത. റബത്തുർമദി വഗൈറുഹു അൻ ഹിന്ദ് ബിൻ അബീ ഹാല, മുമ്പത്തെ ഹദീസിന്റെ ബാക്കിയാണ്. ഖദീജ ബീബിന്റെ മോൻ ഫാത്തിമ ബീബിന്റെ ഉമ്മ ഒത്ത ആങ്ങള. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു കാരണം ഫീ ഹദീസിഹി, അതാ മുമ്പത്തെ വലിയൊരു ഹദീസ് തുടങ്ങിയില്ല, കഷ്ടം ഇങ്ങനെ വെക്കലാണ്. യസിഫുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ മൂപ്പർ വ്യാഖ്യാനിക്കുകയാണ്. വഫീഹി കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതഫഖദു അസ്ഹാബഹു, അസ്ഹാബിമാരെ കുറിച്ച് എന്താക്കും, അന്വേഷിക്കും. വയസ്അലുന്നാസ അമ്മാ ഫിന്നാസ്, ജനങ്ങളോട് ചോദിക്കും എന്തൊക്കെ സംഭവം ഉണ്ടായി, എന്താണ് അതൊക്കെ സുഖം തന്നെ. ഇതല്ല അൽ ഹദീസ് അത് കമ്മാ സയത്തി ബി തമാമിഹി ഇൻഷാ അല്ലാഹ്.
എന്താക്കും ഹദീസ് ഇങ്ങനെ പറഞ്ഞോട് പൂർണ്ണമായിട്ട് ഇങ്ങനെ വരും. ഒരു കഷ്ണം ബാബിനൊപ്പിച്ചുകൊണ്ട് പറയും. വൽ മഅന അന്നഹു കാന യസ്അലു അൻഹും ഹാല ഗൈബതിഹിം അൻഹു. അവർ അപ്രത്യക്ഷമായി കാണാതെ വന്നാൽ അവരുടെ ഹാലിനെ കുറിച്ച് തങ്ങൾ അന്വേഷിക്കുന്നവർ. وروى أبو يعلى بإسناد فيه ضعف عن أنس رضي الله عنه أن النبي صلى الله عليه وسلم كان إذا فقد الرجل من إخوانه 3 أيام. അതിനേക്കാണ് സിയാദാണ് അല്ലേ? അസ്ഹാബിമാരിൽപ്പെട്ട ഒരാൾ 3 ദിവസം കാണാതായാൽ സഅലായിരുന്നു, മൂപ്പറപ്പറ്റി അന്വേഷിക്കും. ഫൈൻകാന ഗായിബൻ ദഅാലഹു, ഗായിബാണെങ്കിൽ ഓർക്ക് വേണ്ടി ദുആ ചെയ്യും. വൈൻകാന ഷാഹിദൻ, നാട്ടിൽ തന്നെ ഹാദിറ ഫിൽ ബൽദാണെങ്കിൽ സാറഹു, ഒന്ന് കാണാൻ പോകും. വൈൻകാന മരീദ, രോഗിയാണെന്ന് അറിഞ്ഞാൽ ആദഹു, രോഗ സന്ദർശനത്തിന് വേണ്ടി പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം. حفظه صلى الله عليه وسلم للبد واحتفاظه بالعهد. ആ മഹബത്തിന് എന്താക്കും, പൊളിഞ്ഞു പോവാതെ കാത്തു സൂക്ഷിക്കുന്നവർ. അതുപോലെ അഹദ്, അതിനർത്ഥം അൽ മുദാദു ബിൽ അഹദി ഹുനാ ദിആയത്തുൽ ഹുർമതി വൽ ഇഹ്തിഫാദു ബിശ്ശൈഇ വൽ മുദാനമതു ലഹു മാ തഅദിയത്തി ഹുഖൂഖിഹി ദൂന ഇഹ്മാലി വലാ തർകിൻ. എന്നാൽ ഹുർമത്ത് പാലിക്കൽ, അതുപോലെ സാധനം കളഞ്ഞു പോവാതെ കാത്തു സൂക്ഷിക്കൽ, അതിന് ലാസിമാക്കൽ, അതിന് വേണ്ടുന്ന ഹക്കെന്താണോ അത് ഉപേക്ഷ വരുത്താതെ പിന്നെ സമയം നീട്ടിക്കൊണ്ടു പോവാതെ എല്ലാം കൊടുക്കൽ. അതാ ഖാല സുബ്ഹാനഹു വ തആല വലാ തൻസമുൽ ഫളല ബൈനക്കും. അതാ മുപ്രായത്ത് കൊടുത്തത്, നിങ്ങളുടെ ഇടയിലുള്ള ഫദ്ലിനെ പരസ്പരം മറക്കാൻ പാടില്ല. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ഔറദൽ ഇമാമുൽ ബുഖാരി ഫീ സഹീഹിഹി ബാബ് ഹുസ്നുൽ അഹദ് എന്നൊരു ബാബ് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് മിനൽ ഈമാൻ, ഹുസ്നുൽ അഹദി മിനൽ ഈമാൻ. അഹദിന്റെ അർത്ഥം പറഞ്ഞില്ലേ? സുമ്മ അസ്നദ ഇലാ ആയിഷ, ആയിഷ ബീവിയിലേക്കുള്ള സനദ് പറഞ്ഞു. ആര്? ഇമാം ബുഖാരി. അപ്പോൾ സനദ് പറയുന്നില്ല. സനദ് അറിയുന്ന ആൾ പറഞ്ഞ സനദ് അവിടെ ഉണ്ട്, നിലവിലുണ്ട്. അത് പഠിക്കുന്ന ആക്കാന്ന് പറയല്ലേ. ഇപ്പം റിയാദു സാലിഹിൻ സനദെല്ലാം മൂപ്പരത്തിനുണ്ടല്ലോ. قالت ما غرت على امرأة ما غرت على خديجة. എനിക്ക് ഗൈറത്ത് തോന്നിയിട്ടില്ല ഒരു പെണ്ണുങ്ങളോടും ഖദീജ ബീബിയോട് തോന്നിയതുപോലെ. രണ്ടു ഭാര്യ തന്നെയല്ലേ. വലക്കത് ഹലക്കത്ത് മെച്ചായി മാത്തത്ത്, ഖദീജ ബീബി ഒപ്പാത്തായിട്ടുണ്ട്. എപ്പോഴ്? ഖബല അൻ യതസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിവാഹത്തിന് മുമ്പ്. ബിസലാത്തി സിനി, 3 കൊല്ലം മുമ്പേ, നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ. അത് ആ ബീബി ഉള്ള കാലത്ത് വേറെ വിവാഹം ചെയ്തിട്ടില്ല. അപ്പൊ ഖദീജ ബീബിനെ കണ്ടിട്ടുമില്ല. 3 കൊല്ലം മുമ്പ് ഒഫാത്തായി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്താ ഇത്? കല്യാണം കഴിക്കുന്നതിനും അതെ അന്യത്തവജനി. അത് എന്താ ഗൈറത്ത് വരാൻ കാരണം? ദിമാ കുന്തു അസ്മഉ യദ്കുറുഹ. ഖദീജ ബീബിനെ പറ്റി ധാരാളം മദ്ഹത്ത് പറയും. എന്താണ്? ഐ യുസ്നി അലിഹ ഖൈറൻ. ഖദീജ ബീബിന്റെ മദ്ഹുകൾ പറയും. അത് കേൾക്കുമ്പോൾ എനിക്കൊരു ദേഷ്യം വരും. വലഖദ് അംറഹു റബ്ബുഹു, റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങളോട് കൽപ്പിച്ച് അൻ യുബശ്ശിറഹ ബിബൈതിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ. അദമ ദഹലാലുദീൻ, മുത്തുകൊണ്ടുള്ള ഒരു വീട് സ്വർഗത്തിൽ ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരാൾക്ക് മാത്രമേ പെണ്ണുങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുള്ളൂ, ഖദീജ ബീബി. വൈന്നഹു കാന ലയർബഹു ശാത. അങ്ങനെ തങ്ങളെന്താക്കും? ആട്ടിനെ അറുത്തിട്ട് സുമ്മ യുഹ്ദി പിന്നെ ഫീ ഖുല്ലത്തിഹാ മിൻ ഖദീജ ബീബിന്റെ ചങ്ങായിമാർക്കെല്ലാം എന്താക്കും? അത് ഹദിയ കൊടുക്കും. എന്നുവെച്ചാൽ യുഹ്ദി മിൻ ലഹമി ശാത്തി ഇലാ സദീഖാത്തി ഖദീജ. ഖദീജ ബീബിന്റെ ചങ്ങായിമാർക്കെല്ലാം എന്താക്കും? ആട്ടിറച്ചി കൊടുത്തേക്കും. വ ഖലീലാത്തിഹാ മിൻ നിസാ, അതുപോലെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും. ഇക്റാമൻ ലി സയ്യിദത്തി ഖദീജ ബീബിനെ ആദരിച്ചിട്ടാണ്. വ ഹഫിള ഹിഫ്ളബുദ്ദീൻ, ഹിഫ്ള ഇക്റാമിന്റെ ബാക്കി, ഇക്റാമൻ ലിസയ്യിദ വഹിഫ്ളബുദ്ദീൻ. ആ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുകയാണ്. വഹുസ്ന അഹ്ദി മഅഹാ, ഖദീജ ബീവിയുടെ ആ പെരുമാറ്റവും
അതെല്ലാം ഓർത്തുകൊണ്ടിട്ട് وروى الحاكم والبيهقي في الشعب حديث അടുത്തിരുന്നു وروى الحاكم والبيهقي في الشعب عن عائشة رضي الله عنها قالت جاءت عجوز إلى النبي صلى الله عليه وسلم فقال كيف أنتم كيف حالكم كيف أنتم بعدنا അല്ല ആയിഷ ബീവി പറയുന്നു അത് ഒരു വയസ്സായ പെണ്ണുങ്ങൾ വന്നു നബി തങ്ങൾ. അപ്പം തങ്ങൾ ചോദിച്ച് എങ്ങനെയുണ്ട്, എന്താ ഹാല്, നിങ്ങളെന്താണ്, നമ്മളിന്ന് പോയാൽ അവസ്ഥ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കും. വന്ന പെണ്ണുങ്ങൾ പറഞ്ഞു ബി ഖൈരിൻ ബി അബി അൻത വ ഉമ്മി യാ റസൂൽ, തങ്ങള് എൻ്റെ ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും തങ്ങൾ വലുതാന്ന്. ഖൈർ അതുപോലെ ഉത്തരം ബി ഖൈർ. فلما خرجت قلت يا رسول الله تقبل هذه على هذه النجوز هذا الإقبال, ഒരു ഭാഷായ തൊണ്ടി പെണ്ണുങ്ങൾ വന്നതിന് ഇത്ര മാത്രമല്ല ഇക്ബാൽ ചെയ്യണോ? فقال يا عائشة إنها كانت تأتينا زمان خديجة. കണ്ടാ, ഖദീജ ബീവിൻ്റെ കാലം ഓരുള്ളപ്പോൾ അവിടെ പെറുക്കി വരുന്ന പെണ്ണുങ്ങാന്ന് വഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. فكان صلى الله عليه وسلم يحسن العهد ويحفظ الود. അതിപ്പം പറഞ്ഞു തന്നെ വറവൽ ബുഖാരി എന്താ ഈ ഹദീസിൽ നിന്ന് കിട്ടിയതാണ് ഫക്കാൻ ഇട്ടിട്ട് പറഞ്ഞത്. وروى البخاري في الأدب المفرد عن أبي الطفيل رضي الله عنه قال رأيت النبي صلى الله عليه وسلم يقسم لحما بالجعرانة وأنا يومئذ غلام أحمل غلو البعير فأتته امرأة فبسط لها صلى الله عليه وسلم رداءه قلت من هذه؟ قيل هذه أمه التي أرضعت هي سيدة حليمة السعدية رضي الله عنها. അതാ അവിടെ അബൂ തുഫൈൽ പറഞ്ഞ ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിറാനത്തിൽ വെച്ച് മാംസം മോഹരി വെക്കുന്നു. ഞാൻ എന്താക്കും, ബഹീറിൻ്റെ ഒളിവ് ഇങ്ങനെ അർത്ഥങ്ങൾ മുറിച്ചിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഒരു പെണ്ണുങ്ങൾ വന്നപ്പോൾ ഉടനെ എന്താക്കി, തങ്ങൾ തട്ടം പിരിച്ചിട്ട് ഇച്ചിരി അവർ സ്വാഗതം ചെയ്തു. ഞാൻ ചോദിച്ചു ആരാ പെണ്ണുങ്ങൾ? അപ്പം പറഞ്ഞ് അല്ല കീല എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, കീല വേറൊരാൾ മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് ഉമ്മുഹു എന്ന് പറഞ്ഞല്ല ഉമ്മീ എന്നല്ലേ പറഞ്ഞു. ഹാദി ഉമ്മുഹുല്ലത്തി അർളഅത്ത്, മുല കൊടുത്ത ഉമ്മയാണ്. ഏതാ മുല കൊടുത്ത്? കുറേ ആൾ മുല കൊടുത്തിട്ടില്ലേ? നമ്മളെ പറഞ്ഞ് കുറേ ആൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹാദി ഹിയ സയ്യിദത്തു ഹലീമത്തു സഅദിയ ബിബിയാണ്. وروى أبو داود أن أبا النبي صلى الله عليه وسلم من الرضاعة أتى النبي صلى الله عليه وسلم فوضع له بعض ثوبه فقعد عليه ثم أقبلت أمه من الرضاعة فوضع لها شق ثوبه من الجانب الآخر فجلست عليه ثم أقبل أخوه من الرضاعة فقام له رسول الله صلى الله عليه وسلم فأجلسه بين يديه. ഇത് അതുപോലത്തെ സംഭവം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളാഅത്തിലുള്ള ഉപ്പ, അതായത് അവരുടെ ഭാര്യൻ്റെ മുല കുടിച്ചാൽ മുലകുടി ബന്ധത്തിലുള്ള ഉപ്പയില്ലേ, വിലാദത്തിലുള്ള ഉപ്പ നേരത്തെ ഒപ്പാത്തായി. അങ്ങനെ ആ ഉപ്പ ഒന്നുകിൽ ഹലീമ ബീവിൻ്റെ ഭർത്താവായിരിക്കാം. അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നപ്പോൾ ഫവളഅലഹു ബഅദ സൗബിഹി, തങ്ങളെന്താക്കി വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് വെച്ച് കൊടുത്തിട്ട് അതുമ്പോൾ ഇരുത്തി. കുറച്ച് നോക്കുമ്പോൾ ഉമ്മാതാവായിരുന്നു മിനറല്ലാഹി. എന്താക്കി കഴിഞ്ഞാൽ മറ്റേ ഭാഗം പിരിച്ചു കൊടുത്തു. അത് മറ്റേ വരുമെന്ന് കണ്ടോണ്ടായിരിക്കും വാങ്ങി കൊടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഇന്നാണ് എണിപ്പിക്കണ്ടേ. ഇനി ഉമ്മ ഒരു വള്ളക്കിരുന്നു. സുമ്മാക്കുമല അഫൂഹുമിന റളാഅത്തിലുള്ള സഹോദരൻ വന്നപ്പോൾ തങ്ങൾ എണീറ്റ് എന്നിട്ട് എന്താക്കി, തങ്ങളെ മുമ്പിൽ ഇരിച്ചു. ഇനി സിദ്ഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ വഅദി, അതാ എന്തെങ്കിലും വാക്തത്വം ചെയ്താൽ അത് നടപ്പിൽ വരും. അതാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖൽ വഅദ്
വാക്തത്വം സാദിക്കാക്കുന്നവരാണ്. സാദിഖുൽ വഅദിൽ അമീൻ എന്നല്ലേ പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീനു മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദിൽ അമീനു. റസൂലുള്ളാഹിന്റെ വാക്യാണ് അൽ അമീൻ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫീ ബിവഅദിഹി, ആ വാക്തത്വം ചെയ്ത പൂർത്തിയാക്കും. വഇൻ ശക്ക ദാലിക അലൈഹി, തങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായാലും ശരി. റവാ അബൂ ദാവൂദ് അൻ അബ്ദുല്ലാഹി ബിൻ അബിൽ ഹംസാ റളിയല്ലാഹു അൻഹു ഖാല ബായഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബീഉ ഖബ്ല അൻ യുബഅസ വബഖിയത ലഹു ബഖിയത്തുൻ വഫഅത്തുഹു അൻ ആതിയഹു ബിഹാ ഫീ മകാൻ فنسيت ثم ذكرت بعد 3 فجئت فإذا هو صلى الله عليه وسلم في مكانه. അല്ല, തങ്ങളെ റസൂലാക്കി നിയമിക്കുന്നതിന് മുമ്പ് എന്താണ് ഞാൻ തങ്ങളോട് ഇടപാട് ചെയ്ത്, ബിബൈൻ ഒരു വിൽപ്പന. അങ്ങനെ തങ്ങൾക്ക് കൊടുക്കാൻ കുറച്ച് പൈസ ബാക്കിയായി. അങ്ങനെ ഫവഅത്തുഹു, ഞാൻ തങ്ങളോട് വാഗ്ദത്തം ചെയ്ത് അന്നാതിയഹു ബിഹ, ആ കൊടുക്കാനുള്ള ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ അത് ഞാൻ കൊണ്ടുവരാം ഈ മക്കാൻ, എന്നാൽ ഇന്ന സ്ഥലത്ത്. പക്ഷെ ഫോറ് പറയുന്നത് ആര്, അബ്ദുല്ലാഹിബിനു അബിൽ ഹംസയിൽ പറയുന്നത്, അത് ഞാൻ മറന്നുപോയി. മറന്നിട്ടോ സുമ്മ ദക്കർത്ത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഫജിഅ്തു, ഞാനവിടെ പോയി നോക്കുമ്പോൾ തങ്ങളവിടെ കാത്തിരിക്കുന്നുണ്ട്. തങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഫഇദാ ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മകാനിഹി ഫഖാല യാ ഫതാ ലഖദ് ശഖഖത അലയ്യ, എനിക്ക് പ്രയാസം ഉണ്ടാക്കിയത് ഇത്ര 3 ദിവസമല്ലേ കാത്തുനിന്ന. അന ഹാ ഹുനാ മുൻദു 3 അന്തളിർ, 3 ദിവസം ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. സിയാറത്തുൽ കരീമത്തു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ലിഅസ്ഹാബിഹി, അസ്ഹാബിമാരെ സന്ദർശിക്കാൻ പോകും. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറു അസ്ഹാബഹു ലിയുക്രിമഹും ബിദാലിക, അസ്ഹാബിമാരെ സന്ദർശിക്കാൻ പോകും. എന്താണ്, അസ്ഹാബിമാർക്ക് ഒരു ആദരവ് കൊടുക്കലാണ്, തങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. വലയുഖ്ദിഖന സുറൂറ അലൈഹിം, അവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കാനും. വലയൻഫഅഹും ബിഇർശാദാതിഹി വതആലീമിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടെ പോയി എന്താക്കും, തങ്ങൾ ഇർഷാദോ തഅലീമത്തല്ല അവിടെ നടക്കാൻ ഉപകാരം കിട്ടും. فعن عبد الله بن قيس رضي الله عنه أن رسول الله صلى الله عليه وسلم كان يكثر زيارة الأنصار, അൻസാരിമാരെ സിയാറത്ത് ചെയ്യൽ പ്രത്യേകം വർദ്ധിപ്പിക്കും. അത് ഖാസായ അസ്ഹാബിമാരുണ്ടാവാം, ആമ്മത്തുണ്ടാവാം. فكان إذا زار خاصة أتى الرجل في منزله وإذا زار عامة أتى المسجد. പ്രത്യേക ആളിലേക്ക് സന്ദർശിക്കുകയാണെങ്കിൽ ഓരോ പള്ളിയിലേക്ക് പോവുക, പൊതുവെ ആണെങ്കിൽ പള്ളിയിലിരിക്കും, എല്ലാവരും വന്ന് കാണും. അതാ വൈദാ സാറ ആമ്മത്തൻ അത്തൽ മസ്ജിദ, പള്ളിയിലേക്ക് പോയാൽ പിന്നെ എല്ലാവർക്കും വന്ന് കാണാല. وروى الترمذي والنسائي عن انس رضي الله عنه قال كان رسول الله صلى الله عليه وسلم يزور الانصار ويسلم على صبيانهم ويمسح رؤوسهم. അതിപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ അറിയിച്ചു. നമ്മൾ തുടങ്ങിയ ബാബില്ല. وجاء في الأدب المفرد للبخاري باب من زار قوما فطعم عندهم. ഒരു കൗമിൻ്റെ അടുക്കിലേക്ക് സന്ദർശിക്കാൻ പോയി, അവിടെ ഭക്ഷണം ഉണ്ടാക്കി, അവിടെ കൂടെ ഭക്ഷണം കഴിച്ചു. അതാ അത് ബുഖാരി ഇമാം പറഞ്ഞത്. സുമ്മ അസനദ ഇല അനസ് ബിൻ മാലിക് തങ്ങളിലേക്കാണ് അതിൻ്റെ ഇസ്നാദ് പറഞ്ഞത്. ഇസ്നാദ് ഇവിടെ പറഞ്ഞില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാറ അഹ്ല ബൈത്തിൻ മിനൽ അൻസാർ, അൻസാരിമാരിൽപ്പെട്ട അഹ്ലു ബൈത്തിനെ തങ്ങൾ സന്ദർശിച്ചു. ഫതഇമ ഇൻദഹും തആമൻ, അവിടെ ഭക്ഷണം അവരുടെ കൂടെ കഴിക്കുകയും ചെയ്തു. ഫലമ്മ ഖറജ എന്ന് വെച്ചാൽ പുറപ്പെട്ടപ്പോൾ, എന്ന് പുറപ്പെടാനായപ്പോൾ, ലമ്മ അറാദ യഖ്റുജ, പുറപ്പെട്ടെങ്കിൽ പിന്നാട് ഉണ്ടാവില്ലല്ല. അമറ ബിമക്കാനിൻ മിനൽ ബൈത്തി, വീട്ടിലുള്ള ഒരു സ്ഥലം കൽപ്പിച്ച്. ഫനുളിഹ ലഹു, അങ്ങനെ എന്താക്കി അവിടെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കൈകണ്ടെല്ലാം കഴിയിട്ട് അലാ ബിസാത്തിൻ ഫസല്ല അലൈഹി, അവിടെ വെച്ചിട്ട് എന്താക്കി ബിസാത്തിൽ തങ്ങൾ നിസ്കരിച്ച് ബദഅലഹും, അവർക്ക് വേണ്ടി ദ്വാരക്കുകയും ചെയ്ത്. അതെന്തിനാ,
വൈന്നമാ ഫഅലദാലിക ലിതബറകു ബി തങ്ങൾ നിസ്കരിച്ച സ്ഥലം എന്നുള്ള നിലക്ക് എന്താക്കും അഭിമൗദിയ സലാത്തി അവർക്ക് ബറക്കത്തിട്ടാണ് വയത്തഖിലുൽ മക്കാന അല്ലദീ സ്വല്ലാ ഫീഹി മസ്ജിദൽ ബൈത്തി തങ്ങൾ നമസ്കരിച്ച ആ സ്ഥലം എന്താക്കി അവർക്ക് നിസ്കരിക്കുവാനുള്ള ഒരു പള്ളി വലിയാക്കി. وعن جبير بن مطعم رضي الله عنه قال قال رسول الله صلى الله عليه وسلم انطلقوا بنا إلى بني واقف نزور البصير رجل كان مكفوف البصر. തങ്ങളുടെ സന്ദർശന പറയുന്നത് ജുബൈർ ഇബ്നു മുത്ഇം തങ്ങൾ പറയുന്നു, തങ്ങൾ പറഞ്ഞ് നമ്മളെല്ലാം കൂട്ടിയിട്ട് പോവാ അടുത്തേക്ക് ബനു വാക്കിഫിലേക്ക്. ബസീറായ ഒരാളെ കാണാനാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കണ്ണ് കാണാത്ത ആളാണ്. അവിടുത്തെ ഒരു പേര് എന്താ, കണ്ണ് കാണാത്ത ആൾ എന്ന് പറഞ്ഞില്ല, ബസീറായ ഒരാളെ കാണാനുണ്ട്. റജുൽ ആരാണത്? കാന മക്ഫൂഫൽ ബസർ. وروى الإمام أحمد في المسند عن قيس بن سعد رضي الله عنه قال زارنا رسول الله صلى الله عليه وسلم في منزلنا فقال السلام عليكم ورحمة الله قال فرد سعد خفيا. ആരാണ്? ഖൈസ് റളിയല്ലാഹു ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സിയാറത്ത് കാണാൻ വന്ന് നമ്മളെ വീട്ടിൽ അങ്ങനെ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അങ്ങനെ സലാം പറഞ്ഞു. ഖാല ഫറദ്ദ സഅദ് സഅദ ഖൈസിന്റെ വാപ്പ ഓറ് സലാം മടക്കി ഖഫിയൻ ശബ്ദം കുറച്ചിട്ട്, തങ്ങളുടെ മുമ്പിൽ വലിയ ഒച്ചത്തിലാക്കണ്ട. وعند أبي داود بعد أن رد سعد خفيا അതാ അത് തന്നെ. قال ഖൈസ് പറയുന്നു, قلت ألا تأذن لرسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്, സമ്മതം കൊടുക്കട്ടെ. ആരോട്? ഉപ്പാനോടാ ചോദിക്കുന്നത്. ഫഖാല സഅദ് പറയുന്നത്, കുറച്ചടന്ന് കേട്ട് വീണ്ടും വീണ്ടും സലാം പറയും. അപ്പോൾ സലാം നമുക്ക് ധാരാളം കിട്ടും. ദറുഹു അവിടെ കുറച്ച് കാത്ത് നിൽക്കുക. ഹത്താ യുക്സിറ അലൈനാ മിനസ്സലാം, വീണ്ടും വീണ്ടും സലാം വർദ്ധിപ്പിക്കുമല്ലോ, അവൻ നമുക്ക് നേട്ടയല്ലേ. ഫഖാല തങ്ങൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സാനിയൻ രണ്ടാമതും പറഞ്ഞ്. ഫറദ്ദ സഅദുൻ ഖഫി, എന്തിനാ സഅദ് ഖഫിയായി സലാം മടക്കി. സുമ്മ ഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സാലിസൻ മൂന്നാമതായും പറഞ്ഞു. ഫറജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോയി. കാരണം മൂന്നോട്ട് സലാം പറഞ്ഞ് സമ്മതം കിട്ടുന്നില്ലേ പിന്നെ അടക്കണ്ടല്ല. മടങ്ങും എന്താക്കിയതറിയോ? വത്തബഹു സഅദ് പിന്നാലെ വന്നു. മകനെ അല്ല മറ്റേ ഉപ്പ തന്നെ. ഫഖാല യാ റസൂലല്ലാഹ് ഖദ് കുന്തു അസ്മഉ തസ്ലീമക, തങ്ങളെ സലാം ഞാൻ കേട്ടിട്ടുണ്ട്. വഅറുദ്ദു അലൈക റദ്ദൻ ഖഫിയ്യൻ, പതുക്കെ ഞാൻ സലാം മടക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഉണ്ടായിട്ട് തോന്നാന്നില്ല എന്നുള്ള പരാതി ഉണ്ടാ എന്താക്കി മൂപ്പറ് അതിനല്ലി തുക്സിറ അലൈനാ മിനസ്സലാം, തങ്ങളെ സലാം വർദ്ധിപ്പിക്കാൻ വേണ്ടി മൂന്ന് സലാം കിട്ടിയില്ലേ. قال فانصرف معه رسول الله صلى الله عليه وسلم ذهب مع سعد الى منزل. അപ്പോൾ എന്തായി? സഅദിന്റെ കൂടെ വീട്ടിലേക്ക് തന്നെ വന്നു. فأمر له سعد يغسل ഇത് فأمر له സഅദ് അല്ല നമ്മൾ തെറ്റി വായിച്ചിട്ടില്ല. فغسل له فأمر له سعد بغسل ഭാഗം الماء ليغتسل تبردا فوليع فاغتسل رسول الله صلى الله عليه وسلم ثم ناوله سعد أو قال ناوله ملحفة مصبوغة بزعفران وبرد فاشتمل بها رسول الله صلى الله عليه وسلم ثم رفع رسول الله صلى الله عليه وسلم يديه وهو يقول اللهم اجعل صلواتك ورحمتك على آل سعد بن عبادة. സഅദ് ബിൻ ഉബാദ എന്ന് പറയും. വലിയാളെ അതില്ല, നമുക്ക് അൻസാരികൾപ്പെട്ട നേതാവല്ലേ. അപ്പൊ കുളിക്കാനുള്ള വെള്ളം ആവശ്യപ്പെട്ടു. അതാ മാൻ, അതായത് വുളൂ എന്ന് പറയുമ്പോൾ കൊടുക്കാനുള്ള വെള്ളം. അതെന്തിനാ കുളിക്കുന്നത്? തബറുദൻ, ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി സാധാരണ ഒരു കുളി ഉണ്ടല്ലോ, അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഫഗത്തസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ച് സുമ്മ നാവലഹു സഅദ്, സഅദ് തങ്ങൾ ഇപ്പം നേരെ കൊടുത്തുള്ളത്. അവക്കാല നാവിലോ നാവലൂഹു, അല്ലെങ്കിൽ സഅദ് തങ്ങളെ കൽപ്പന പ്രകാരം കൊടുത്തു. എൻ്റെ ഒരു പുതപ്പ്
അത് ജാഫറാൻ കൊണ്ട് ചാമുക്കിയതാണ്, അതിൽ വറസും അതിൻ്റെ കളർ പറഞ്ഞു തന്നെ. അങ്ങനെ തങ്ങളെന്താക്കി അതുകൊണ്ട് ഒന്ന് മേത്ത് ചുറ്റി. ثم رفع رسول الله صلى الله عليه وسلم കൈ ഉയർത്തി വല്ലാഹുമ്മ ഇജ്അൽ സ്വലവാതിക വറഹ്മതക അലാ ആലി സഅദ് ബിൻ ഉബാദ തങ്ങളെന്ന് ദുആയിരുന്നു. സഅദ് ബിൻ ഉബാദൻ്റെ കുടുംബത്തിന് നിൻ്റെ റഹ്മത്തും നിൻ്റെ സലവാത്തെല്ലാം കൊടുക്കണേ. എന്നിട്ടോ സുമ്മ അസാബ മിനത്ത് ആം, കുറച്ച് ഭക്ഷണം കഴിച്ച്. ഫലമ്മ അറാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസിറാഫ ഖറബ ഇലൈഹി സഅദുൻ ഹിമാറൻ ഖദ് വത്ത അലൈഹി ബിഖതീഫത്തിൻ ഫറകിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോകാൻ ഉദ്ദേശിച്ചപ്പോൾ സഅദ് തങ്ങൾ എന്ത് ചെയ്തു, ഒരു ഹിമാർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നല്ലൊരു കുഷ്യൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വെറും പുറത്ത് കയറുമ്പോൾ ഒരു പ്രയാസമല്ലേ, അതിൽ തങ്ങൾ യാത്ര ചെയ്തു. ഫഖാല സഅദ് പറയുന്നു, യാ കൈസു ഇസ്ഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, മകനെ വിളിച്ചിട്ട് പറഞ്ഞെന്തെന്ന്, റസൂലുള്ളാഹിൻ്റെ ഒപ്പം പൊട് യാത്രയാക്കാൻ. കാല കൈസ് പറഞ്ഞു, ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ എന്നോട് പറഞ്ഞ് ഇർക്ക് നീയും കയറുന്നു. അപ്പോൾ അബൈത്ത് ഞാൻ കൂട്ടാക്കിയില്ല. ഫഖാല ഇമ്മാൻ തർക്കബ ഇമ്മാൻ തൻസരിഫ, എന്താന്ന് ഒന്നിക്കൽ എൻ്റെ കൂടെ കയറണം അല്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ വാഹനത്തിൽ കയറും, നീ നടത്തും പറ്റൂല. ഇല്ല മത്സരിക്കാം. കാല കൈസ് പറഞ്ഞു, എന്നാലും പൻസടപ്പ് ഞാൻ മടങ്ങാൻ തീരുമാനിച്ചു. ഇബ്നു മന്ദ, അത് ഹദീസിൻ്റെ റാവിയാണ്. ഫാറസല സഅദുൻ ഇബ്നഹു കൈസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ അവിടത്തേക്ക് അയച്ച്. അതിൽ യറുദ്ദുൽ ഹിമാർ, ആ ഹിമാറിനെ തിരിച്ചുകൊണ്ടല്ലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഅദിനോട്, ഇഹ്മിൽഹു ഇഹ്മൽ കൈസൻ ബൈന യദൈ, ഐ അമാമി അലദ്ദാബത്ത്, എൻ്റെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് കയറ്റണമെന്ന്. ഇഹ്മിൽ കൈസൻ ബൈന യദൈ. ഫഖാല സഅദ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അതഹ്മിലുഹു ബൈന യദൈക യാ റസൂൽ, തങ്ങളെ മുമ്പിൽ വെച്ച് കയറ്റാനോ എൻ്റെ മുമ്പിൽ വെച്ച് കയറ്റണോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ കയറാനോ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, അതാ തന്നെ, ഹുവ അഹഖു ബിസദ്രി ഹിമാരിഹി. ഫഖാല സഅദുൻ, അപ്പോൾ സഅദ് പറഞ്ഞു, ഹുവ ലക യാ റസൂലല്ലാഹ്, അത് തങ്ങൾക്കാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഹ്മിൽഹു ഇദൻ ഖൽഫി, എന്നാൽ എൻ്റെ പിന്നിൽ കയറ്റുന്നു. ആദ്യം സദറാണ് ഞെക്കി പറ്റിയെന്ന് പറഞ്ഞില്ലേ, അതപ്പോൾ ബിസദ്രി ഹിമാരിഹി. അപ്പോൾ സദറിൽ ഞാൻ കയറുന്നുണ്ടെങ്കിൽ പിന്നിൽ കയറണം. ഫൻദുർ ഇലാ കമാലി ലുത്ഫിഹി, അത് ഹദീസല്ലേ. ഫൻദുർ ഇലാ കമാലി ലുത്ഫിഹി വഹുസ്നി മുആശറതിഹി വറിആയതിഹി ലിൽ ഹുഖൂഖ് വയതാഹി കുല്ലി ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു. ഓരോ അവകാശികൾക്കും അതിൻ്റെ അവകാശം കൊടുക്കുന്ന വിഷയത്തിലും ഹക്കുകളെ പരിഗണിക്കുന്ന വിഷയത്തിലും നല്ല മുആശറത്ത്, കമാലുൽ ലുത്ഫ് ഇതൊന്ന് കണ്ടുപിടിക്കുന്ന മുപ്പർ പറഞ്ഞു. വാപങ്ങ് നീണ്ടു പോകുന്നുണ്ട്. ഒരു മണിക്കൂറുകളായിട്ടുള്ളൂ. ഇബറന്താ സിയാറാത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിദുഅഫാഇൽ മുസ്ലിമീന ആമ്മതൻ വലിഅഹ്ലി സുഫ്ഫത്തി ഖാസ്സ. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ലഈഫായ ആളുകളുണ്ടാവും, അവരെ പൊതുവേ തങ്ങൾ കാണാൻ പോകും. സുഫത്തിൻ്റെ അഹ്ലുകാരാണെങ്കിൽ പ്രത്യേകിച്ചും. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറു ദുഅഫാഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ദുഅഫാക്കളെ തങ്ങൾ സന്ദർശിക്കും. വയുലാത്തിഫുഹും വയുആനിസുഹും, അവരോട് നല്ല മയപ്പെടുത്തും, അവരെ സന്തോഷിപ്പിക്കും. വയജ്ലിസു മഅഹും, അവരെ കൂടെ ഇരിക്കും. വയഊദു മർളാഹും, അവരെ രോഗികളെ സന്ദർശിക്കും. വയഹ്ളുറു ജനായിസഹും, അവരെ ജനാസയിൽ തങ്ങൾ പങ്കെടുക്കും. വഫീ ഹാദാ തക്രീമുൽ ലഹും, ഇതെല്ലാം അവർ ആദരിക്കലാണ്. വതബ്രീകുൻ അലൈഹിം, അവർക്ക് ബർക്കത്ത് കിട്ടലുമാണ്.
വമുവാസാത്തും വഹിസാനും ഇലൈഹിം എന്തിനാ ലിയശ്ഉറൂ ബിഇസ്സതിഹിം വകറാമതിഹിം വസആദതിഹിം അവർക്ക് ഇസ്സത്തുണ്ട് തങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ അതുപോലെ തന്നെ അവർക്ക് കറാമാത്തുണ്ട് അവർക്ക് സആദത്തുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടട്ടെ തങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ عن سهل بن حنيف رضي الله عنه قال كان رسول الله صلى الله عليه وسلم يأتي ضعفاء المسلمين മുസ്ലിമീങ്ങൾ ദഈഫായ ആളുകളെ കാണാൻ പോകും വയഊദു മർളാഹും അവരുടെ രോഗികളെ സന്ദർശിക്കും വയശ്ഹദു ജനായിസഹും അവരുടെ ജനായിസ് തങ്ങൾ പങ്കെടുക്കും وعن أبي سعيد رضي الله عنه قال جلست في إصابة أي جماعة من ضعفاء المهاجرين അബൂ സഈദ് തങ്ങളെ പറയുന്നു മുഹാജിരീങ്ങളായ ളഅഫായിൻ്റെ ഒരു സംഘത്തിൽ ഞാനിരുന്നു വഇന്ന ബഅദഹും ലയസ്തതിറു ബിബഅദിൻ മിനൽ മുറ എന്നുവെച്ചാൽ അവർക്ക് പൂർണ്ണമായ വസ്ത്രമില്ല അതെന്താക്കും വസ്ത്രത്തിൻ്റെ ചില ഭാഗം കൊണ്ട് ചില ഭാഗത്തിനെ കൊണ്ട് മറക്കും എന്താ വഖാരിഉൻ യഖറു അലൈന ഒരു കാര്യം എന്താക്കും നമ്മൾക്ക് വലിയ ഖുർആൻ ഓതിച്ചിട്ടുണ്ട് ഇത് ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് ഫഖാമ അലൈന നമ്മൾ ഫലമ്മ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നപ്പോൾ ഐ വഖഫ മുശ്രിഫൻ അലൈന നമ്മളിങ്ങനെ എത്തി നോക്കുന്ന മജ്ലിസിലേക്ക് സകത്തൽ ഖാരി എന്താക്കി ഓത്തു നിർത്തി ഫസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു സുമ്മഖാല മാ കുൻതും തസ്നഊൻ എന്താ നിങ്ങളോട് ചെയ്യുന്ന പണി ഖുൽനാ നസ്തമിഉ ഇലാ കിതാബില്ലാഹി തആല അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ് فقال صلى الله عليه وسلم الحمد لله الذي جعل من أمتي من أمرت أن أصبر نفسي معهم അല്ല എല്ലാ സ്തുതികളും അള്ളാഹ്ക്കാണ് അങ്ങനെയല്ല അള്ളാഹു എൻ്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹു ആക്കിയിട്ടുണ്ട് അവരുടെ കൂടെ ഞാനെന്താക്കാൻ ക്ഷമിച്ചിരിക്കാൻ വേണ്ടി എന്താ കൽപ്പിച്ച വിഭാഗം വസ്ബിർ നഫ്സക മഅല്ലദീന ആയത്തിറങ്ങിയില്ലേ അവരെ പിരിയാൻ പാടില്ല അവിടെ തഴഞ്ഞിടണമെന്ന് പറഞ്ഞു ഖാല ഫജലസ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് വസതന നമ്മളെ നടുവിലിരുന്ന് ലിയാദില നഫ്സഹു ഫീന എന്തിനാന്ന് എല്ലാവർക്കും തങ്ങളങ്ങ് ഒത്തുകിട്ടണം ثم قال صلى الله عليه وسلم بيده هكذا أي أشار إليهم فتحلقوا അവർ വട്ടമിട്ടിരുന്നു ഹൽക്കുകയും വബറദത് വുജൂഹുഹും ലഹു അവരെല്ലാവരുടെ മുഖവും തങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ട് വട്ടമിട്ടിരുന്ന എല്ലാവരെയും കാണാല്ല നമ്മൾ നിൽക്കുന്നിരിക്കും പോലെ ഫഖാല തങ്ങൾ പറഞ്ഞ് അബ്ശിറൂ യാ സഹാലികുൽ മുഹാജിരീൻ യാ സഹാലികൽ മുഹാജിരീൻ മുഹാജിരീങ്ങളായ ഫഖറാക്കന്മാരെ നിങ്ങൾ സന്തോഷിക്കണം ബിൻ നൂരിത്താമി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ താമായ നൂറ് നിങ്ങൾക്കുണ്ട് എന്ന് സന്തോഷിച്ചോ തദ്ഖുലൂനൽ ജന്നത ഖബല അഗ്നിയാഇൻ നാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ അഗ്നിയാക്കളെ മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ കയറും ബിനിസ്ഫി യൗമിൻ പകുതി കൽമതാക്ക 500 സന 500 കൊല്ലം അപ്പം അഗ്നിയാക്കൾ സ്വർഗ്ഗത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് 500 കൊല്ലം മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ നിങ്ങൾ തുണി പോലും ഉടുക്കാനില്ലാണ്ടായിപ്പോയി എന്ന് പറഞ്ഞില്ലേ وكانت صفة المسجد النبوي مدرسة للقراء يأوي إليها فقراء الصحابة رضي الله عنهم ممن لا أهل لهم فيتدارسون القرآن ويتعلمون أمور دينهم وأحكامه ثم يذهبون في نواحي البلاد ومختلف الآفاق فيعلمون الناس ذلك പള്ളിയുടെ സുഫ ഉണ്ടല്ലോ മസ്ജിദ് നബവിയുടെ പള്ളിയുടെ സുഫ ഖുർആനിങ്ങൾക്കൊരു മദ്രസയായിരുന്നു ഇന്നത്തെ മറ്റേ ബെഞ്ചും ഡെസ്കും പോടുന്നൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ സഹാബത്തിൽപ്പെട്ട ഫഖറാക്കന്മാർ അവിടെ വന്നു ചേരും അയാൾ അവർക്ക് അഹലുകാരില്ല അപ്പം ഫയതദാറസൂനൽ ഖുർആൻ ഒരു പഠിച്ച് പരസ്പരം പഠിച്ച് പാസ്സാക്കിയിട്ട് വയതഅല്ലമൂന ഉമൂറ ദീനിഹിം ദീനിൻ്റെ കാര്യവും പഠിക്കും അതിൻ്റെ ഹക്കാമിനെയും പഠിക്കും എന്നിട്ടോ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും അവർ പോയിട്ട് ജാലിമുന നസദാലിക് ജനങ്ങൾക്ക് അവർ എന്താക്കും പഠിപ്പിച്ചു കൊടുക്കും ففقده صلى الله عليه وسلم آله وأصحابه في الليل واستماعه إلى قراءاتهم അസ്ഹാബിമാരെന്താക്കും രാത്രി അന്വേഷിക്കും
അവർ ഖിറാഅത്ത് ചെയ്യുന്നത് ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാകും. റവى الشيخان أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم إني لأعرف أصوات رفقة الأشعريين بالليل حين يدخلوا وأعرف منازلهم من أصواتهم بالقرآن بالليل وإن كنت لم أر منازلهم حين نزلوا بالنهار. അതാ പറയുന്നത് അബൂ മൂസ അശ്അരി തങ്ങളാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അശ്അരിയാക്കളായ നമ്മുടെ സുഹൃത്തുക്കളുടെ ശബ്ദം ഞാൻ എന്താക്കും, രാത്രി കേൾക്കും. രാത്രി കടന്നാൽ അവർ വീടുകൾ എനിക്കറിയാകും. എന്തുകൊണ്ടാണ്? അസ്വാത്തിയും ബിൽ ഖുർആനി ബില്ലൈൽ, രാത്രി ഖുർആനോ എന്ന ശബ്ദം കേട്ടിട്ട് ഇന്ന പരക്കാളുണ്ട്. വൈകുന്തു ലംനറ മൻസലഹും ഹീന നസലു ബിന്നഹാർ, പകൽ സമയത്ത് പരതിരിയില്ല, ഒച്ചൊന്നും കേൾക്കാനുണ്ടാവില്ല. വറവാബൂദാബൂദവ തിരുമതി. അപ്പം വീട്ടിലെ ഓതുന്നെല്ലാം തങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. أن النبي صلى الله عليه وسلم خرج ليلة فإذا هو بأبي بكر رضي الله عنه يصلي يخفض من صوته بالقراءة ومر بعمر بن الخطاب وهو يصلي رافعا بالقراءة فلما اجتمعا عند النبي صلى الله عليه وسلم قال صلى الله عليه وسلم يا أبا بكر مررت بك وأنت تصلي تخفض صوتك بالقراءة. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി പുറപ്പെട്ട് നോക്കുമ്പോൾ ആരെ കാണുന്നുണ്ട്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ ശബ്ദം താത്തുകൊണ്ടാ ഖിറാഅത്ത്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് തങ്ങളിലേക്ക് നടന്നു പോയപ്പോൾ ഓരോന്നാക്കി ശബ്ദം ഉയർത്തിയിട്ട് ഓതുന്നു. തങ്ങൾ വന്നത് ഇവർ കാണുന്നുണ്ടാവില്ല. രണ്ടാളും തങ്ങളെ ഹദ്റത്തിലെത്തിയപ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബൂബക്കർ മറർത്തു ബിക, ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നിരുന്നു. വാന്ത തുസല്ലി തഖ്ദിലു സൗതക, ശബ്ദം കുറച്ചുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട് ബിൽ ഖിറാഅത്തി. ഫഖാല അബൂബക്കർ പറഞ്ഞു ഖദ് അസ്മഅതു മൻ നാജൈതു യാ റസൂൽ, ഞാൻ മുനാജാത്ത് ചെയ്യുന്ന പഠിച്ചോൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആരോടാണോ മുനാജാത്ത് ചെയ്യുന്ന അവൻ കേട്ടിട്ടുണ്ടല്ലോ, അവൻ ശബ്ദം കുറച്ചുകൊണ്ടെന്താണ്? ഫഖാല ഇർഫഅ മിൻ സൗതിക ഷൈഅൻ, കുറച്ചും കൂടി ശബ്ദം ഉയർത്തണം. അല്ല കേൾക്കാൻ മാത്രം പോരാ, കുറച്ചും ഉയർത്തണം. കമാഫി റിവായത്തിൽ വഖാല ലി ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മറർത്തു ബിക വഅൻത തുസല്ലി റാഫിഅൻ സൗതക, ശബ്ദം ഉയർത്തിക്കൊണ്ട് നീ നിസ്കരിക്കുന്നുണ്ടല്ലോ. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് വഖിദുൽ വസനാന, ഉറങ്ങുന്ന ആളൊന്ന് ഉണർത്താം, മാത്രം ശൈത്താനെ ഓടിക്കുകയും ചെയ്യാം. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തിൽ ഷൈഅൻ, കുറച്ച് ശബ്ദം കുറക്കണമെന്ന്. അപ്പം എന്തായി? ഇഫ്റാത്തും വേണ്ട തഫ്രീത്തും വേണ്ട എന്നൊക്കെ നടത്തിയത്. وفي رواية لأبي داود قال وقد سمعتك يا بلال وأنت تقرأ من هذه السورة ومن هذه السورة. അബൂദാബൂദിന്റെ റിവായത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇന്ന സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. فقال بلال رضي الله عنه كلام طيب يجمع الله بعضه إلى بعض. അല്ല, തയ്യിബായ കലാം അല്ലാഹു തആല ബഅദിലേക്ക് ഒരുമിച്ച്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുക്കും ഖദ അസാബ, നിങ്ങളെല്ലാവരും ഖൈറിനെ എത്തിച്ചിട്ടുണ്ട്. وعن نبي سعيد حديث ماضي وعن نبي سعيد رضي الله عنه كان اعتكف رسول الله صلى الله عليه وسلم في المسجد فسمعهم يجهرون بالقراءة. തങ്ങൾ പള്ളിയിൽ എത്തിക്കാഫിരിക്കുകയാണ്. അപ്പം ഖിറാഅത്ത് കൊണ്ട് ജഹറാക്കുന്നത് കേട്ട്. അപ്പം തങ്ങൾ എന്താക്കി? വിഴി ബന്ധിച്ച് നോക്കിയപ്പോൾ വഖാൽ അലാ ഇന്ന കുല്ലക്കും മുനാജിർ റബ്ബഹു, നിങ്ങൾ ഓരോരുത്തരും റബ്ബിനോട് മുനാജാത്ത് ചെയ്യുകയാണ്. ഫലാ യുദിയന്ന ബഅദുകും ബഅദ, പരസ്പരം ആരും ഇടങ്ങേറാക്കണ്ട. അപ്പം ശബ്ദം കുറച്ച് കുറക്കണമെന്നായി. വലാ യർഫഅ ബഅദുകും അലാ ബഅദിൻ ഫിൽ ഖിറാഅത്തി, ഖിറാഅത്തിൽ ഒരാളെക്കാൾ ശബ്ദം ഉയർത്തണ്ടെന്ന് അറിയുമ്പോൾ എന്താവും? നല്ല ലെവലിലുള്ള ഒറ്റ ഒരാളെ ശബ്ദം ഏറിയാൽ ശബ്ദം കൊണ്ട് മറികടന്ന് കളിക്കും. ഒരുപോലെ ഇതൊക്കെ തന്നെ മൃക്കിൽ ബാധിക്കുന്ന ആദാബുകൾ. അവിടെ കൂക്കുന്ന ആൾ കൂക്കലല്ല വലിയ. അപ്പം അനങ്ങാണ്ടിങ്ങനെ വായനക്കാത്ത ആളെന്താക്കണം? ശബ്ദം കൊച്ചു കൂട്ടണം. ഔകാല ഫിസ്വലാത്തി ഫിൽ ഖിറാഅത്തിന്റെ ബദലി ഫിസ്വലാത്തി, നമസ്കാരത്തിൽ. അവിടെ വെക്കുന്ന
കുറച്ചുകൂടെ പോട്ട്. മുലാത്തഫത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഫാത്തിൽ അഅറാബ്, അഅറാബികളിലുണ്ടാകും പെരുമാറാൻ അറിയാത്ത ഒരു സ്വഭാവം കുറഞ്ഞ ആളുകൾ, അവരോട് തങ്ങൾക്ക് ലുത്തുഫാണ്. അതിനല്ലേ എല്ലാ ഇഷ്ടത്തിനും കണ്ടിട്ടില്ല, അങ്ങനെ തന്നെ ഉള്ളത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹമ്മലു ജഫ്വത്തൽ അഅറാബിയ്യി, അഅറാബിയാളെ ഈ മോശമായ പെരുമാറ്റം ഉണ്ടല്ലോ അത് തങ്ങൾ സഹിക്കും. എന്നിട്ടോ വൈലാത്തിഫു, തങ്ങൾ ലുത്തുഫ അങ്ങോട്ട് കാട്ടല്. വയുഖാബിലു ഖില്ലതഹു ബിലതീഫിൽ മഖാലി വൽ ഹാൽ, അവരിങ്ങോട്ട് കാട്ടുന്ന പെരുക്ക സ്വഭാവം ഉണ്ടല്ലോ അതിന് തങ്ങൾ തിരിച്ചു കൊടുക്കൽ എന്താണ്? നല്ല ലത്തീഫായ കാലും ഹാലും. അതെന്തിനാ? വദാലിക ലിതസ്ബീതിഹി, അയാളെ എന്താക്കണം ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താനാണ്. ഔ മിൻ അജ്ലി അല്ലാ യഫ്തതിന, അല്ലെങ്കിലോ അയാൾ ഫിത്നയിൽപ്പെടാതിരിക്കാൻ. വയസ്സുലുക ബിഹിം മസാലിക റഹ്മതി വല്ലീനി വത്തുഊദ ലിഅല്ലാ യൻഫിറു ഔ യുസ്രിദു, ഇസ്ലാമിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകാതിരിക്കാനും അവർക്ക് എന്താക്കും? തങ്ങൾ റഹ്മത്തിൻ്റെയും ലീനിൻ്റെയും. ഫഫി സ്വഹീഹൈനി അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല മശൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം ഞാൻ നടന്നു. വഅലൈഹി ബുറുദ്, തങ്ങളിൽ ഒരു വസ്ത്രമുണ്ട്, നജ്റാനിയായ വസ്ത്രമാണ്. ഖലീലുൽ ഹാശിയുടെ വക്ക് ഭയങ്കര പരിക്കലാണ്, വലിയ മൂർച്ചയുള്ള വസ്ത്രം ഉണ്ടാവില്ല വക്ക്. ഫഅദ്റകഹു അഅറാബിയ്യുൻ, ഒരു അഅറാബി തങ്ങളെ പിടികൂടിയിട്ട് ഫഹജബഹു, ആ സൗബന് ഒരൊറ്റ ബലിയാണ്. ജബദതൻ ശദീദത്തൻ, കഠിനമായ ബലി. ഹത്താ നളർത്തു, പറയുന്നത് അനസ്, ഇലാ സഫഹത്തി ഉനുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ള ഞാൻ നോക്കുന്നത്. വഖദ് അഖറ ഫീഹി ഹാശത്തുൽ ബുർദി, ആ തട്ടത്തിൻ്റെ വക്കിവിടെ വെച്ചിട്ട് ഭയങ്കര കലയായിട്ട് മുറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, വക്ക് മൂർച്ചുണ്ടാവുമല്ലോ. അത് അമീൻ സിദ്ധത്തി ജബ്ദത്തി, അയാൾ പിടിച്ച് ബലിയുടെ കാരണത്താൽ. സുമ്മക്കാലുള്ള അഅറാബി പറഞ്ഞു, യാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം മുർലി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക, നിങ്ങൾ അടുക്കൽ അള്ളാഹിൻ്റെ കുറേ പൈസ ഉണ്ട്, എനിക്ക് തരാൻ പറയാം. ആ മുഹമ്മദിനെ വിളിച്ചത്. ഫൽതഫത ഇലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരിഞ്ഞു നോക്കിയിട്ട് വല്ലാഹിക്ക് അങ്ങനെ ചിരിച്ചിട്ട് സുമ്മറല്ലാഹു ബി അതായി, അദ്ദേഹത്തെ കുറേ പൈസ കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അത് ഒരു സംഭവം. وعن أبي هريرة رضي الله عنه أن أعرابيا جاء إلى رسول الله صلى الله عليه وسلم يستعينه في شيء فأعطاه رسول الله صلى الله عليه وسلم شيئا ثم قال له أحسنت إليك. ഒരു അറാബിയായ മനുഷ്യൻ വന്നു, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി. താങ്കൾ കുറച്ച് കൊടുത്ത് എന്ന് ചോദിച്ചു. അഹ്സൻതു ഇലൈക, ഞാൻ നിനക്ക് വല്ല ഗുണം ചെയ്താ? അറാബി പറഞ്ഞില്ല, ഒന്നും തന്നിട്ടില്ല. വല അജ്മൽത, അപ്പൊ ഫഗളിബ ബഅദുൽ മുസ്ലിമീൻ, ബഅദുൽ മുസ്ലിമീൻ ദേഷ്യം പറഞ്ഞു. വഹമ്മു അൻ യഖൂമു ഇലൈഹി, ആ പറഞ്ഞ കുറ്റക്കേട് പറഞ്ഞില്ലേ പിടിക്കാൻ വേണ്ടി. ഫഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുഫു, വേണ്ട. ഫലമ്മാ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എണീറ്റ് വബലഗ ഇലാ മൻസിലിഹി, വീട്ടിലേക്ക് പോയി. ദഅൽ അഅറാബിയ, ആ അഅറാബിനെ വിളിച്ചിലൽ ബൈത്തി, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഫഖാല ഇന്നമാ ജിഇതനാ തസ്അലുനാ, നീ നമ്മുടെക്ക് ചോദിച്ചിട്ട് വന്ന്. ഫഅതൈനാക, നമ്മൾ നീക്ക് തരികയും ചെയ്ത്. ഫഖുൽത മാ ഖുൽത, എന്തിന് നീ പറഞ്ഞെന്താണ്? ഒന്നും തന്നിട്ടില്ല എന്നല്ലേ. ഫസാദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൂട്ടിക്കൊടുത്ത്. ഫഖാല അഹ്സൻതു ഇലൈക, ഇപ്പം ഞാൻ ഉപകാരം ചെയ്തു. ഫഖാല അൽ അഅറാബി പറഞ്ഞു, നഅം ജസാക്കല്ലാഹു മിൻ നഹ്രിൻ വഅശീറത്തിൻ ഖൈറാൻ. കണ്ടോ? فقال النبي صلى الله عليه وسلم إنك جئتنا فسألتنا فأعطيناك, ചോദിച്ചുകൊണ്ട് നീ നമ്മളേക്ക് വന്നപ്പോൾ തന്ന്. ഫഖുൽത മാ ഖുൽത വഫീ നഫ്സി അസ്ഹാബി അലൈക, നീ വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ അസ്ഹാബിമാരെ മനസ്സിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, കൊണ്ട് ഓരെ കൊണ്ട് പൊറ്റപ്പൊടിക്കണമെന്ന് പറഞ്ഞു. ذلك شيء فإذا جئت فقل بين أيديهم ما قلت بين يدي. കണ്ടോ? നീ എന്താക്കണം? അസ്ഹാബിമാരുടെ അടുക്കലേക്ക് പോവുക. പോയിട്ട് നീ നമ്മളോട് രണ്ടാമത്തെ പറഞ്ഞ വാക്കില്ലേ, നഅം ഫജസാക്കല്ലാഹു, അത് അസ്ഹാബിമാരെ പറഞ്ഞ് കേൾപ്പിക്കുക, അവരുടെ മനസ്സിലുള്ള വിഷമം തീരട്ടെ. യദ്ഹബു അൻ സുദൂരിഹിം,
حتى يذهب عن صدورهم قال نعم ആക്കുന്നു فلما جاء الأعرابي أعرابي വന്നപ്പോൾ قال رسول الله صلى الله عليه وسلم إن صاحبكم كان جاءنا فسألنا فأعطيناه فقال ما قال وإنا قد دعوناه فأعطيناه فزعم أنه قد رضي كذلك يا أعرابيون. തങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഈ സാഹിബുണ്ടല്ലോ നമ്മളടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വന്ന് കൊടുത്തപ്പോൾ എന്തായി, എന്തെങ്കിലും തന്നാ ചൊല്ലില്ലെന്നോ അല്ലേ? അപ്പോൾ നമ്മളെന്താക്കി പെരക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വീണ്ടും കൊടുത്തപ്പോൾ അയാൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ അറാബി? ഇതിനെ അസ്ഹാബിമാർ സാക്ഷി എത്തിക്കൊണ്ട് പറയുന്നു, ഓരോ മനസ്സിലുള്ള كذلك جاء فقال الأعرابي نعم جزاك الله من أهل وعشيرة خيرا. فقال النبي صلى الله عليه وسلم إن مثلي ومثل هذا الأعرابي ഈ അറാബിയും ഞാനും തമ്മിൽ ഉദാഹരണം പറഞ്ഞാൽ കമസലി റജുലിൻ, ഒരു റജുലിനെ പോലെ, കാനത്ത് ലഹു നാക്കത്തുൻ, അദ്ദേഹത്തിന് ഒരു ഒട്ടകമുണ്ട്. അപ്പോൾ ശരദത്ത് അലേഹി, ഒട്ടകം എന്താക്കി കാരും പൊട്ടിച്ചൂടി. ഫത്തബഅഹന്നാസു, ജനങ്ങൾ പിന്നാലെ പാഞ്ഞു പിടിക്കാൻ നോക്കുമ്പോൾ ഒട്ടകം എന്തായി, ഓക്കെ പകല് പിടുത്തം കിട്ടില്ല. തീരുണ്ടാവും. ഫലം യസീദുഹ ഇല്ലാ നുഫറ, അതിന് ഓട്ടത്തിന് സ്പീഡ് വർദ്ധിപ്പിച്ചു എന്നല്ലാണ്ട് വേറെന്തുണ്ടായി? ഫഖാല ലഹും സാഹിബുൻ നാഖത്തി, അപ്പോൾ ഒട്ടകക്കാരൻ പറഞ്ഞു ഖല്ലൂ ബൈനി വബൈന നാഖത്തി, നിങ്ങൾ പിടിക്കാൻ നടക്കണ്ട, എന്നെയും ഒട്ടകം അങ്ങ് വിട്ടേ. അപ്പോൾ അന അർഫഖു ബിഹ, ഈ ഒട്ടകത്തിന് എങ്ങനെ പെരുമാറണം എന്ന് എനിക്കറിയില്ല. വാന അലമ ബിഹ ഫതവജ്ജഹ ഇലൈഹ സാഹിബുഹ, ഒട്ടകത്തിൻ്റെ ഉടമ എന്താക്കി അങ്ങോട്ട് മുന്നിട്ട് വഅഖദ ലഹ മിൻ ഖുശാമിൽ അർളി, ഭൂമിയിലെ ചില പച്ചച്ചെടികളെല്ലാം തിന്നാൻ പറ്റുന്നെല്ലാം പറിച്ചെടുത്തിട്ട് വാ ഇന്നാ നഗൈവ തിരിച്ചു വന്നു. എന്താ ഉദാഹരണം അല്ലേ? മിന്നബാത്തില്ലർദി വദഅഹ ഹത്താ ജാഅത് വസ്തജാബത്, അതാ തിരിച്ചു വരുന്നു, എൻ്റെ വിളിക്കുത്തരം ചെയ്തു. വശദ്ദ അലൈഹ റിഹ്ലഹ, എൻ്റെ വാങ്ങപ്പുറത്ത് വെക്കാനുള്ള പെട്ടിയെല്ലാം കെട്ടിവെച്ച് അതാ വഇന്നീ ലൗ അതഅതുകും ഹൈസു ഖാല മാ ഖാല ലദഖലന്നാർ, നിങ്ങൾ അടിക്കാൻ ഒരുങ്ങിയില്ലേ അഹ്റാബിന, അപ്പം ഞാൻ സഹകരിച്ചിരുന്ന പോലെ അയാളെ നരകത്തിൽ പോകില്ലേ? ഇപ്പം അയാളാരെ വേളെ വെക്കുന്ന ആളല്ല, ദഖലന്നാറ വെച്ചില്ല. താമത്തിൻ്റെ ആളാരും വന്നിട്ടില്ലല്ലോ അല്ലേ? ശ്രദ്ധിക്കാൻ ചെന്നേറ്റു. ഒഴിവേറ്റും കൂടെ പോട്ട് ഇനി അലീമു തവാദുഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിഹി, അസ്ഹാബിമാരോടൊപ്പം തങ്ങൾ കാട്ടുന്ന വിനയം അല്ലാഹു കൽപ്പിച്ചതെന്ന. ഖാലല്ലാഹു തആല വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, തങ്ങളെ ചിറകങ്ങ് താത്തേ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി എന്നല്ലേ പറഞ്ഞു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുൽ മസലുൽ അക്മൽ ഫി തവാദുഇ, തവാദുഇന്റെ വിഷയത്തിൽ ഏറ്റവും സമ്പൂർണമായ ഒരു മാതൃക, ഒരു മസൽ ഉണ്ട്. അതോടൊപ്പം അലുബി മക്കാമി, തങ്ങളെ പദവി എത്രമാത്രം ഉയർന്നതാണ്. വശറഫി ജനാബിഹി വയതജല്ലാ തവാദുഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സായിരി അഹ്വാലിഹിൽ ഖാസ്സത്തി വൽ ആമ്മ, തങ്ങളുടെ പ്രത്യേക അഹ്വാലിലും പൊതുവെയുള്ള അഹ്വാലിലും എന്താക്കും ആ തവാദു അങ്ങനെ തന്നെ വെളിപ്പെട്ട് കാണാം. വഉമൂരിഹിൽ ഖാരിജിയ്യത്തി വദ്ദാഖിലിയ്യത്തിൽ ബൈത്തിയ്യ, അത് വീട്ടിലുള്ള കാര്യമായാലും ശരി പുറമേയുള്ള കാര്യമായാലും ശരി.
فكان من تواضعه صلى الله عليه أن يخدم نفسه بنفسه. തങ്ങളെ നെഫ്സിൻ്റെ വേണ്ടുന്ന ഖിദ്മത്ത് തങ്ങൾ തന്നെ സ്വയം ചെയ്യും. قالت عائشة رضي الله عنها كان رسول الله صلى الله عليه وسلم يخيط ثوبه. തങ്ങളെ വസ്ത്രം തുന്നും. വയഖ്സിഫു നഅലഹു, ചെരുപ്പ് പൊട്ടിയാൽ എന്താക്കും? അത് ഒട്ടിച്ച് തുന്നി ശരിയാക്കും. വയഅമലു മാ യഅമലു റിജാലു ഫീ ബുയൂതിഹിം, വീട്ടിലെ ആണുങ്ങൾക്ക് ചെയ്യാവുന്ന പണിയെല്ലാം തങ്ങൾ എന്താക്കി കൊടുക്കും. നമ്മൾ ഇതിലുണ്ടല്ലോ കാന റസൂലുള്ളാഹി കസീറ തവാദുഇൻ, ബർദുന്റെ ബൈത്തക്കിയില്ലേ. وفي رواية ويرفع ذلبه ويفلي ثوبه ويهلب شعته ويخدم نفسه صلى الله عليه وسلم. തങ്ങളെ ബക്കറ്റെല്ലാം പൊട്ടിയാൽ എന്താക്കും? തുന്നിച്ചേർക്കും. അതുപോലെ വസ്ത്രം അലക്കും. പിന്നെ ആട്ടിനെ കറക്കും. തങ്ങളെ സ്വന്തം നെഫ്സിൻ്റെ ഖിദ്മത്ത് തങ്ങൾ തന്നെ ചെയ്യും അല്ലേ? അന്നും ചോദിക്കൂ, അതാരാണ് അസ്ഹാബിമാർ ഖിദ്മത്ത് ചെയ്ത പറഞ്ഞിട്ടല്ല പിന്നെ സ്വയം ചെയ്യുമെങ്കിൽ പിന്നെ എന്തിനീന്ന്? അതാ ഹാദാ ലാ യുനാഫി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്മഹു ലിബഅദി അസ്ഹാബി യഖ്ദിമഹു. ബഅദുൽ അസ്ഹാബ് വന്ന ഖിദ്മത്ത് ചെയ്തോട്ടെ എന്നോട്ട് ഞങ്ങൾ വിട്ടേക്കുന്നില്ലേ? കാനസിൻ ഗൈരി, അത് എതിരല്ലാണ്ട് യതശറഫു ബി ഖിദ്മത്ത്, തങ്ങൾ ഖിദ്മത്ത് എടുത്തിട്ട് ഓർക്ക് മഹത്വം കൊട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. വസ്തഫീദു മിൻ ബറകാത്തി വലൈസ ദാലിക മിൻ ബാബി തആലുമി വത്തറഫി. അതുകൊണ്ട് അത് ബഡായാന്ന് കിബിളാന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവും. ഖിദ്മത്ത് ഓർ ചെയ്യട്ടെ, തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് അവർക്ക് ബർക്കത്ത് കിട്ടണം. ومن تواضعه صلى الله عليه وسلم أنه كان يركب الحمار. കഴുതപ്പുറത്ത് യാത്ര ചെയ്യും. അത് സാധാരണ വലിയ ആളുകൾക്ക് യോജിപ്പുണ്ടാവില്ല. ولا يخص نفسه بركوب الخيل. കുതിരപ്പുറത്ത് തന്നെ കാരണം എന്നല്ല, ഒരു ഖുസൂസിയത്തൊന്നുമില്ല. كما هو عادة الملوك والأمراء. അത് രാജാക്കന്മാരെയും വലിയ വലിയ പണക്കാരതാണ്. നമ്മൾ ചെറിയ വണ്ടിയിൽ നിന്ന് കയറൂല, 50 ലക്ഷത്തിൻ്റെ വണ്ടിയിലേ കയറുമെന്ന് പറയും. ഓട്ടോറിക്ഷയിലും കയറൂല, മറ്റതിലും കയറൂല. روى الترمذي وغيره عن أنس رضي الله عنه قال كان رسول الله صلى الله عليه وسلم يعود المرضى. രോഗികളെ സന്ദർശിക്കും. വയസ്സതുൽ ജനായിസിൽ പങ്കെടുക്കും. കഴുതപ്പുറത്ത് യാത്ര ചെയ്യും. വയർക്കബുൽ ഹിമാറ വൈജീബു ദഅവത്തൽ അബ്ദി. അടിമ വിളിക്കാൻ വന്നാൽ എന്താക്കും? തങ്ങൾ അതിന് ഉത്തരം ചെയ്യും. വകാന യൗമ ബനി ഖുറൈള അലാ ഹിമാരിൻ. ബനു ഖുറൈളന്റെ യുദ്ധം നടന്നില്ലേ? ആ സമയത്ത് കഴുതപ്പുറത്തായിരുന്നു. മഖ്തവും ബിഹബിലിൻ മിൻ ലീഫ്. ലീഫ് എന്ന് പറഞ്ഞാൽ ഈ ഈത്തപ്പനൻ്റെ ഒരു കാര്യം പിരിച്ചിട്ടാക്കുന്നില്ലേ അത്. ഹിക്കാഫും ലീഫിൻ, അതുപോലെ ലീഫിൻ്റെ ഒരു ബിലി തലക്കാണിയുണ്ട്, അത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അന്നഹു ദഹബ ലി ഹറബി ബനീ ഖുറൈള. ബനൂ ഖുറൈളയിലേക്ക് യുദ്ധത്തിനാണ് പോകുന്നത് അല്ലേ? ഫറകിബ ഹിമാറൻ ഖിതാമുഹു ഐ സിമാമുഹു ഇക്കാഫുഹു ഐ മർദഅത്തുഹു. മർദഅത്തു എന്ന് പറഞ്ഞാൽ ദലി ദവാബി കസ്റുജു ലിൽ ഫർസ്. കുതിരകൾക്കുള്ളതിന് സുറുജ് എന്ന് പറയും, മറ്റുള്ളതിന് ബർദഅത്ത് സാധനം തന്നെ, ഒരു കുഷ്യൻ ഇട്ടിട്ട്. ومن تواضعه صلى الله عليه وسلم أنه كان يردف وراءه بعض نسائه. തങ്ങളെ ഭാര്യമാരിൽപ്പെട്ട ചിലരെന്താക്കും? വാഹനപ്പുറത്ത് കയറ്റും തങ്ങളെ പിന്നിൽ. كما روى البخاري عن أنس رضي الله عنه قال أقبلنا مع رسول الله صلى الله عليه وسلم من خيبر وإني لرديف أبي طلحة وهو يسير وبعض نساء رسول الله صلى الله عليه وسلم رديف رسول الله صلى الله عليه وسلم عثرت الناقة فقلت المرأة أي وقعت المرأة أيننا فنزلت فقال رسول الله صلى الله عليه وسلم إنها أمكم. أنا فجرت الرحلة وركب رسول الله صلى الله عليه وسلم فلما دنا رأى المدينة قال آيبون تائبون عابدون لربنا حامدون. അവിടെ നിന്ന് ഖൈബറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അബൂ തൽഹാരാണ് അനുസൃതങ്ങളുടെ ഉപ്പല്ലേ,
അതായത് നേരെ ഉപ്പയല്ല, ഉമ്മാനെ കെട്ടിയ ഉപ്പ. അവരെ റദീഫാണ് ഞാൻ. അവരിങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹിയുടെ ഭാര്യമാരിൽപ്പെട്ട ചിലർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാഹനപ്പുറത്തുണ്ട്. അപ്പോഴേക്ക് ഒട്ടകൊന്ന് തടഞ്ഞു വീണു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വക്കാത്തിൽ ആ പെണ്ണുങ്ങൾ വീടുപോയല്ല. അപ്പോൾ അയിനൂനെ നമ്മൾ സഹായിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇറങ്ങി. തങ്ങൾ പറഞ്ഞ് അത് നിങ്ങളെ ഉമ്മയാണ്, അത് തങ്ങളെ ഭാര്യമാർ ഉമ്മാൻ്റെ സ്ഥാനത്താണല്ലോ. ഈ റുക്കിറും അതാ ഉമ്മയാകുമ്പോൾ ഉമ്മാനൊക്കെ അനുസരിച്ചുകൊണ്ട് ആദരവ് കൊടുക്കണം. അതാ യുദക്കിറുഹും ബി വുജൂബി തഅലീമി ലഹാ. ഉമ്മയല്ലേ, ആ ഉമ്മാക്ക് വേണ്ടുന്ന ഖിദ്മത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മക്കാനത്തിൽ മർഅത്തു സഫിയ ബിൻതു ഹുജൈ, സഫിയ ബീബിയാണ്. ഫശദത്തുർ-റഹ്ല, അങ്ങനെ വാഹനങ്ങളൊക്കെ ഞാൻ എന്താക്കി കെട്ടി ഉറപ്പിച്ചു കൊടുത്തു. വറഖിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്ര തുടർന്നു. ഫലമ്മാ ദന, ഇനി അതിലേത് തങ്ങൾ എത്തിയ നിമിഷം മദീനയെ കണ്ട്. ആ യാത്രയിലും പറയണ്ടേ ആയിബൂന തൈബൂന ആബിദൂന ലിറബ്ബിന ഹാമിദൂൻ എന്ന് പറഞ്ഞു. ബൽകാന യുർദിഫു ഖൽഫഹു ബഅദ അസ്ഹാബിഹി, ഇനിയോ അസ്ഹാബിമാരിൽപ്പെട്ട ചിലരെയും തങ്ങളെ പിന്നിൽ വാഹനത്തിൽ കയറ്റും. വസവിയാന അസ്ഹാബിഹി, അസ്ഹാബിമാരെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വലാ യസ്തൻകിഫു മിൻ ദാലിക, അതിൽ നിന്നും തങ്ങൾക്ക് ബടായില്ല, കിബിരില്ല. ഇതുപോലെ കമാ താനിഫിൽ കിബാറു വൽ ഉമറാ, വലിയ വലിയ ആക്കെന്താക്കും മറ്റുള്ള ആളൊക്കെ എത്തുന്നത് ഇഷ്ടമല്ലല്ലോ. فقد روى البخاري عن ابن عباس رضي الله عنهما قال أتى رسول الله صلى الله عليه وسلم مكة وقد حمل قثمة ابن اللباس بين يديه والفضل أخاه خلفه أو قثمة خلفه والفضل بين يديه. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് വരുന്നു. അബ്ബാസ് തങ്ങളുടെ മകനുണ്ട് കുസമ്, മറ്റൊരു മകനുണ്ട് അരി ഫളിൽ. അപ്പൊ കുസമിനെ തങ്ങളെ മുമ്പിലിരുത്തി, ഫളിലിനെ ബേക്കിലിരുത്തി. ബേക്കിന് മുമ്പിലല്ലേ? അല്ല, ചില റിവായത്തിൽ കുസമ് ബേക്കിലും ഫളിൽ മുമ്പിലാണ്. അത് ശക്കർ റാവിക്ക് പറയുമ്പോൾ ഇഷ്കാലായി, രണ്ടാലൊന്നും. അപ്പൊ ഇന്നതാണ് തീർത്തു പറഞ്ഞില്ല. وفي الصحيحين عن معاذ بن جبل رضي الله عنه قال كنت وراء النبي صلى الله عليه وسلم ليس بيني وبينه إلا مؤخرة الرحل. അതാ പറയുന്നത് മുആദ് ബിൻ ജബൽ, ഞാൻ തങ്ങളെ പിന്നിലുണ്ട് വാഹനത്തിൽ. എൻ്റെയും തങ്ങളുടെ ഇടയിലെ മുഅഖറത്തുർ റിഹ്ൽ എന്ന് പറഞ്ഞാൽ എന്താ, ബേക്കിൽ ഇങ്ങനെ ചാരിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിങ് വരുമൊക്കെയല്ല. അതാണ് ആഖിറത്തുർ റഹീൽ. വഹുവൽ ഹൂദുൽ ലദീ ഖൽഫർ റാകിബ്, റാകിബിന്റെ പിന്നിലുണ്ടാവും. ഇവിടെ വെറും ഖാലിയായ മറന്നു പോകുന്നതിന് ഒരു സപ്പോർട്ട്, അതല്ലാത്ത വേറെ മറയൊന്നുമില്ല. അപ്പൊ തങ്ങളുടെ ഇടയിൽ നിന്നുണ്ട് ഈ മരക്കഷ്ടുണ്ട്. ഫഖാല യാ മുആദ് ബിൻ ജബലേ, മുആദ് ബിൻ ജബൽ, മുആദ് എന്താണ് അവിടെ വയ്ക്കുന്നത്? മുആദ് ബിനു എന്നല്ലോ വയ്ക്കുന്നത്, ബിനാന്നാ. ഇപ്പൊ അത് മുലാഫല്ലേ. ഞാൻ ഈസബിന് മറിയാന്ന് ചോദിച്ചു പോയി. അത് ഈസയിലെ ഏറാബ് വെളിപ്പെടില്ല. അപ്പൊ യാ മുആദു അല്ലേ, എന്നിട്ട് അതിനെ സിഫത്തായിട്ട് ഇബിനെ ജമീൽ ഇപ്പൊ ആദ്യം പറയുമ്പോൾ മുനാദാ മുഫറദ്, എന്നിട്ട് മറ്റേ മുനാദാ മുലാഫ്. യാ ഈസബിനെ മറിയമ അൻത ഖുൽത ലിന്നാസി, ഇബ്നാന്നല്ലേ വിളിച്ചത്. ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു ലബ്ബൈക റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഅദൈക. ثم സാറ സാത്ത്, പിന്നെ കുറച്ചും കൂടി സഞ്ചരിച്ച്. ثم قال يا معاذ بن جبل قلت لبيك رسول الله وسعديك, ഞാൻ ഉത്തരം പറഞ്ഞു. ثم സാറ സാത്ത്, പിന്നെയും കുറച്ച് യാത്ര ചെയ്ത് يا معاذ بن جبل لبيك رسول الله وسعديك. അപ്പോൾ 3 വട്ടം. قال هل تدري ما حق الله على العباد, അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ഹക്ക് എന്താണ് അടിമകളെ മേൽ കടമപ്പെട്ടതെന്ന്. അലയിട്ട് പറഞ്ഞാൽ കൊടുക്കേണ്ട ആളാണ്, കിട്ടേണ്ട ആളാന്ന്. അതിൻ്റെ അപ്പുറം ദാം ഇട്ട് പറഞ്ഞാൽ കിട്ടേണ്ട ആള്, അല ഇട്ടിട്ട് പറഞ്ഞാൽ കൊടുക്കേണ്ട ആള്. അപ്പൊ ഇബാദ് അള്ളാഹു തആലക്ക് എന്ത് ഹക്ക് കൊടുക്കണം? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം. ഖാല ഫഇന്ന ഹഖല്ലാഹി അലൽ ഇബാദി
അടിമകളെ മേലിൽ അല്ലാഹു തആല കൊടുക്കാനുള്ള ഹക്കെന്താ? അൻ യഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കുക, ഒരു സാധനത്തിനെയും ശിർക്ക് വെക്കാൻ പാടില്ലാത്ത രീതിയിൽ. ثم صار ساعة പിന്നെ കുറേ സഞ്ചരിച്ച് ثم قال يا معاذ بن جبل قلت لبيك رسول الله وسعديك എന്ന് പറഞ്ഞിട്ട് هل تدري ما حق العباد على الله. ഇവിടെ എന്തായി? അല്ലാഹു തആല കൊടുക്കേണ്ട ഹക്ക് ആർക്ക്? ഇബാദിന്. അപ്പൊ ഹക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷ. വലാ ഹഖ് അലൈക ലി മഖ്ലൂഖിൻ എന്നല്ലേ. അഖീദ എന്താണ്? അല്ലാഹു തആല കാരണം കടപ്പാടൊന്നുമില്ല, കിട്ടിയ വായിക്കോളാം. അവ സ്വയം എടുത്തപ്പോൾ എന്തായി? അതൊരു ഹക്ക് പോലെയായി. കതബാല നഫ്സിഹിർ റഹ്മ എന്ന് പറഞ്ഞ മതി. ഔദാര്യവാന ഒരാളെ സ്വയം ഏറ്റെടുത്താൽ അതെന്തായി? നടപ്പിൽ വരും എന്നുള്ള നിലക്ക് ഹക്കിന്റെ സൂറത്തിലേക്ക് വന്നത്. എന്താണ്? ഇതാ ഫഅലു ദാലിക, മേൽപ്പറയപ്പെട്ട കാര്യം ചെയ്താൽ, ഏത്? ശിർക്കില്ലാത്ത ഇബാദത്ത്. ഖുൽതു അല്ലാഹു വറസൂലുഹു അലം പറഞ്ഞു ഖാല അല്ലാ യുഅദ്ദിബുഹും, അവർ ഒന്നും ശിക്ഷിക്കൂല എന്ന് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. വിഷയം അങ്ങനെ തുടർന്നു പോവുകയെന്ന്. എന്തെങ്കിലും നടക്കില്ല. താമിൻ്റെ കാര്യം അറിയുന്നില്ല. സുന്നിക്കാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഏൽപ്പിച്ചത് ക്യാൻസലാക്കിയത്. ഇവിടെ ബാക്കിയെ പറ്റി പറഞ്ഞാൽ വേസ്റ്റാവുമല്ല. മറ്റൊന്നാക്കി പോകുമെന്ന് പേടിയാ. അപ്പം രണ്ടെണ്ണം വന്നാൽ ഇവിടെ ഒന്നുമില്ലല്ലോ, നമ്മളെ തിന്നണ്ടാണെന്നില്ലല്ലോ. ഏത് എന്നാ പിന്നെ പണ്ടേ 10 10 ടൈം അവിടെ പോട്ടെ. അവിടെ വെക്കല് എല്ലാവരും വിഭവം കണ്ട പാടാ തോന്നി. അതാ പിന്നെ എടുക്കുന്നു. പിന്നെ കുറച്ചും കൂടെ പോട്ടു. അല്ല കാത്തിക്കലിന് വേണ്ടി വന്ന് ആകാനും പാടില്ല. അപ്പോൾ നീയത്തിൻ്റെ ഒരു ചേഞ്ച് വരും.
അതാ തീരും. ഇത് റമദാനൊക്കെ ഇൻഷാല്ലാ തീരും. പുതിയ തുടങ്ങണം. ആടെ കടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കടി ബാക്കിയിട്ട് അവിടെ പൂട്ടി വെക്കുന്നു.